മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന ആരാധന ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്നു ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്നു ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവു ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവു ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താനും തലോടലുമായി നാനും ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താനും തലോടലുമായി നാനും ചാരയുണ്ട്. ആരാധന ആരാധന ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്നു ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്നു ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവപുരവാസികളോടൊന്നു ചേർന്നിടും. ദേവപുരവാസികളോടൊന്നു ചേർന്നിടും. ശോഭനാപുരമതിൽ രാജനോട് കൂടെ നാം. ശോഭനാപുരമതിൽ രാജനോട് കൂടെ നാം. മോദാൽ വസിപ്പാൻ പോകാൻ നമുക്ക്
വസിപ്പാൻ പോകാം നമുക്ക്. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനാ. കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനാ. ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി. ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാൻ നമുക്ക്. വിളിച്ചിടുന്നു പോകാൻ നമുക്ക്. ദൂതസംഘം ഹല്ലേലൂയ പാടിയാക്കുന്നു. വിശ്രമം കൂടാതെ ഗർഭിസാവികളിതാ. വിശ്രമം കൂടാതെ ഗർഭിസാവികളിതാ. ഗീതമോടമോടെന്നും വാഴ്ത്തിയിടുന്നു പരനെ. ഗീതമോടമോടെന്നും വാഴ്ത്തിയിടുന്നു പരനെ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ. തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർണ്ണ. പട്ടണക്കാരായവരെ എന്നു കണ്ടിടും. പട്ടണക്കാരായവരെ എന്നു കണ്ടിടും. മുത്തുഗോപുരങ്ങളാ ശോഭന തെരുക്കളെ. മുത്തുഗോപുരങ്ങളാ ശോഭന തെരുക്കളെ. കാണുന്നുണ്ടതാ പ്രഭാപുരത്തെ. കാണുന്നുണ്ടതാ പ്രഭാപുരത്തെ. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാലും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തുമിടയനവൻ. ആരും കാണാതെ കരഞ്ഞിടുമ്പോ തോളിലേന്തി തന്നഴുകിടുന്നു. സ്വർഗസിയോനിൽ നാഥനെ കാണുന്നതിന് എന്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിക്കും. സ്വർഗസിയോനിൽ നാഥനെ കാണുന്നതിന് എന്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിക്കും.
നടുങ്ങിടുമ്പോൾ, രാത്രികാലേ നടുങ്ങിടുമ്പോൾ, എന്നേനിയാകെ വിറച്ചിടുമ്പോൾ, ശോഭിതമാം തിരുമുഖമേ ഉള്ളിൽ കണ്ണാലെ കാണുന്നതൻ ഭാഗ്യം. പാടിടും ഞാൻ സ്തുതിവചനം തന്റെ സിംഹാസനം തിങ്കൾ രാജനു. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാലും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്നെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഈ ശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടു വലച്ചു നീ കുഴഞ്ഞിടുമ്പോൾ. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടു വലച്ചു നീ കുഴഞ്ഞിടുമ്പോൾ, ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞാനതിൽ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. ഞാനതിൽ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, തരുമെനിക്ക് അവനെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു
യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. പ്രൊഫസർ ചെറിയാൻ വർഗീസ് സാറാണ്. സാറിനെ ഞാൻ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഈസ്റ്റ് മീനടം സഭയിൽ നടന്നതായ ശുശ്രൂഷയിൽ പങ്കെടുത്തവരാണ് പലരും. അതുകൊണ്ട് സാറ് ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു. അതിനുശേഷം തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ അധികം ഭംഗിയായി ചെയ്ത് തൻ്റെ സമയങ്ങളിലെല്ലാം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് രാത്രികാലം നമുക്കാവശ്യമായ ദൈവവചനം ഘോഷിക്കുവാൻ തക്ക സമയത്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട സാറിനെ ഈ സഭയുടെ പേരിൽ എല്ലാവരുടെയും വ്യക്തിപരമായ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. രണ്ടാമത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇടവകാരി അച്ഛനാണ്. അനേക തിരക്കുകളുടെ മധ്യത്തിലാണ് അച്ഛനെങ്കിലും ഇന്ന് തക്ക സമയത്ത് അച്ഛൻ കടന്നു വരികയും നമുക്കെല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ, ലിൻഡോ അച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം ഈ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ ഡി ജോൺ സാറ് എല്ലാ ദിവസവും നമുക്ക് വേണ്ടതായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തരികയും നമ്മോട് കൂടെ നമ്മുടെ ആരാധനയെല്ലാം പങ്കെടുക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സാറിനെയും ഈ സമയം ഞാൻ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ പാസ്റ്ററായിരിക്കുന്ന കുഞ്ഞോൻ പാസ്റ്റർ നമ്മുടെ ആരാധനയിൽ ഇന്നായിരിക്കുന്നു. അവരുടെ സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരെയും പാസ്റ്ററെയും പ്രത്യേകം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമുക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ കുന്നിക്കാട് സഭയുടെ ശുശ്രൂഷകനും നമുക്കൊക്കെ പ്രിയപ്പെട്ടവനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട റോബിൻസൺ സാറാണ്. റോബിൻസൺ സാറിനെയും ഈ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും കാണാത്ത പുതിയ ചില മുഖങ്ങൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വരാത്തവർക്ക് വേണ്ടി ഒരൊറ്റ വാക്ക്. കഴിഞ്ഞ 1-ാമത്തെ ദിവസം ബഹുമാനപ്പെട്ട ലിൻഡോ അച്ഛൻ ഇവിടെ വചനം സംസാരിച്ചു. സമർപ്പണത്തിൻ്റെ ആവശ്യവും ഉടഞ്ഞുപോയ പാത്രത്തെ രൂപാന്തരപ്പെടുത്തുന്നതായ പ്രക്രിയയെക്കുറിച്ച് വളരെ സവിസ്തരമായി നമ്മളോട് സംസാരിച്ചു. 2-ാമത്തെ ദിവസം സംജിക്ക് സാമച്ചന് ഹന്നായുടെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസവും അതുപോലെ തന്നെ ഏലി പ്രവാചകനെ ഒരുക്കുവാനായിട്ട് ശൗമേൽ ബാലനോട് കൂടെ ഇടപെട്ടതായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും കേൾക്കുവാൻ സാധിച്ചു. ഇന്നലെ രാത്രികാലം നമ്മൾ കേട്ടത് ബലവാനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ ബലമുള്ളവൻ്റെ പ്രത്യേകത, ബലത്തിനുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് ഇന്ന് രാത്രികാലം നമ്മൾ കേൾപ്പിച്ചു. ഈ കേട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കട്ടെ. ഞാനിത് പറഞ്ഞത് ഇന്നലെയും മിനിഞ്ഞാന്നും വരാവുന്നവർക്ക് ഒരു പ്രയോജനമായി തീരട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയിൽ കർത്താവ് തൻ്റെ ദാസനെ ബലപ്പെടുത്തട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ 7:45 നമുക്ക് ശുശ്രൂഷ തുടങ്ങും. എല്ലാവരും കടന്നു പോകുന്ന അതിനായിട്ട് പ്രത്യേകം ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോഴേ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് ആത്മസന്തോഷം കൊണ്ട് അത്ഭുതം യേശുവിൻ നാമം എന്നുള്ള പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് കൈകളടിച്ച് പാടാം. അതിനുശേഷം ബഹുമാനപ്പെട്ട സാറ് വചന ശുശ്രൂഷ നിർവഹിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് കൈകളടിച്ച് പാടാം. അത്ഭുതം യേശുവിൻ നാമം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ വല്ലഭനാ വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ വല്ലഭനാ വെളിപ്പെടുമേ.
നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിടരുകൾ വീശും പിൻമാറിയെ ഊറ്റുമവൻ. മിന്നൽ പിടരുകൾ വീശും പിൻമാറിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഉടരും കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടക്കുമേ. ഉടരും കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടക്കുമേ. മുടന്തുള്ളവർ കുതിച്ചുയരും ഭൂമരെല്ലാം സ്തുതി മുഴക്കും. മുടന്തുള്ളവർ കുതിച്ചുയരും ഭൂമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിന്ദിത പാത്രമേവ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിത പാത്രമേവ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റുക പണിതിടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റുക പണിതിടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാവർക്കും ഇരിക്കാം. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ
വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ എല്ലാവരെയും ആദ്യമായിട്ട് അറിയിക്കട്ടെ. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതായ ദൈവദാസൻ, ഇവിടുത്തെ സുവിശേഷകനായ ഡി ജോൺ സാറിനോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. അതോടൊപ്പം ലിൻഡോ അച്ഛനോടും ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് തോമസ് പോൾ സാറിനോടും മറിയാമ്മ മർക്കോസും VC ജോൺ സാറിനോടും വിനോദം കൈക്കാരന്മാരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. റോബിൻസൺ സാറ് ചർച്ചിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന നമ്മുടെ CSI സഭയിൽ ചെയ്യുന്ന റോബിൻസൺ സാറിനോടുമുള്ള നന്ദി അറിയിക്കട്ടെ. ചർച്ച് ഓഫ് ഗോഡിലെ കുഞ്ഞുമോൻ പാസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. സാറിനോടുമുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ എല്ലാ ചുമതലക്കാർക്കും, പ്രത്യേകിച്ച് ഡി ജോൺ സാറിനോടും ലിൻഡോ അച്ഛനോടുമുള്ള എൻ്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാനായി ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായി ഞാൻ എൻ്റെ പ്രസംഗത്തിന് മുമ്പായി ഇവിടെ ഒരു പാട്ട് പാടിയത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം എൻ്റെ പ്രസംഗ വിഷയം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. അതുതന്നെ ഒരു അത്ഭുതമായതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ദൈവം ചിലത് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആരോടും ഞാൻ ഈ പാട്ട് പാടുവാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു പാട്ട് പാടിയത് തന്നെ എന്നെ ചലിപ്പിച്ചു, എന്നെ ചിന്തിപ്പിച്ചു. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, ഇരുന്നുകൊണ്ട് തന്നെ കണ്ണുകളടയ്ക്കാം. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, വനത്തിലെ തോലിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, അഗ്നിജ്വാലകളെ ചിഹ്നിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് അടിയൻ്റെ നാവിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം യേശുനാഥ അങ്ങയ്ക്ക് ഇഷ്ടം തോന്നണമേ. ഏതാത്മാവിനാൽ ഈ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ പറയുവാൻ തക്കവണ്ണം ശക്തിയും കൃപയും അടിയന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവെ സൗഖ്യമാക്കുവാൻ അവിടുത്തെ കരങ്ങൾ നീട്ടുന്നത് കൊണ്ടും അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കൊണ്ടും ഇന്ന് അടിയൻ്റെ വചനം ചില ഹൃദയങ്ങളെ തൊടുവാനും എൻ്റെ യേശുവിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിപ്പാനും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം യേശുവിന് മാത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ ഒരു അത്ഭുത പ്രവൃത്തി, അത്ഭുതവും ആശ്ചര്യവുമായ പ്രവൃത്തി തന്നെ ചെയ്യും. യെശയ്യാ 29:14. ഈ വാക്യം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ചാൽ ഒരു കാര്യം കൂടെ മനസ്സിലാവും. അതിന് മുമ്പൊരു കാര്യം എഴുതിയിട്ടുണ്ട്, അതിനെ ഒത്തിരി സ്പർശിച്ചു. ഇത് കാരണത്താൽ, യെശയ്യാ 29:14, ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിൻ്റെ നടുവിൽ ഒരു അത്ഭുത പ്രവൃത്തി, ഒരു അത്ഭുതവും ആശ്ചര്യവുമായ പ്രവൃത്തി തന്നെ ചെയ്യും. ഈ കാരണം എന്താണ്? ഞാൻ വേദപുസ്തകത്തിൽ താളുകളിലൂടെ മറിച്ചു നോക്കി. തൊട്ട് മുകളിലായി യെശയ്യാ 29:13 തന്നെ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. എന്താണ് കാരണം? ഈ ജനത്തിൻ്റെ ഇടയിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണ്? ഈ ജനത്തിൻ്റെ ഇടയിൽ ഒരു അത്ഭുത പ്രവൃത്തി, അത്ഭുതവും ആശ്ചര്യവുമായി പ്രവൃത്തി ചെയ്യുവാൻ ദൈവം എന്ത് കാരണമാണുള്ളത്? അവിടെ യെശയ്യാ 29:13 പറയുന്നു, ഈ ജനം അതിരം കൊണ്ടും വാഗൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. ഈ ജനം അതിരം കൊണ്ടും വാഗൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്നും ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. ദൂരത്തകറ്റി വച്ചിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരു അത്ഭുത പ്രവൃത്തി, അത്ഭുതവും ആശ്ചര്യവുമായ പ്രവൃത്തി തന്നെ ചെയ്യുമെന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, ഈ ദൈവത്തെ നിങ്ങൾ വിട്ടുപോകുകയില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതവും ആശ്ചര്യവുമായ പ്രവൃത്തി തന്നെ ചെയ്യും. യെശയ്യാ 29:23 പറയുന്നു, എൻ്റെ കൈകളുടെ പ്രവൃത്തി അവർ കാണുമ്പോൾ അവർ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കും. തങ്ങളുടെ ഇടയിൽ, യെശയ്യാ 29:23 അങ്ങനെയാണ് പറയുന്നത്, തങ്ങളുടെ ഇടയിൽ എൻ്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കും. യെശയ്യാ 1-ാം അധ്യായം 2-3 വാക്യങ്ങളിലേക്ക് 4 വാക്യങ്ങൾ വേഗത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ദൈവം കരയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പൊച്ചു വളർത്തി, അവരോ
എന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കരുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എങ്കിലും എൻ ജനം അറിയുന്നില്ല. അയ്യോ പാപമുള്ള ജാതി. അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. ഇത് ഇസ്രായേൽ ജനതയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ദൈവത്തിന് ഇന്ന് രാത്രിയിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം നമ്മളെക്കുറിച്ചോ നമ്മുടെ തലമുറകളെക്കുറിച്ചോ ഇല്ല എന്ന് നമ്മൾ ഓർക്കണം. വഷളായി നടക്കുന്ന മക്കൾ, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി. കാളയ്ക്ക് തൻ്റെ ഉടയവനെ അറിയാം, കരുതിക്ക് തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയാം, എന്നാൽ എൻ ജനമോ എന്നെ അറിയുന്നില്ല. ഇന്ന് ഈ ദൈവത്തെ രുചിച്ചറിയുവാൻ, ഈ ദൈവത്തെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ, നിന്റെ കാലുകൾ യേശുവിന് വേണ്ടി ചലിക്കുവാൻ, നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി തുടിക്കുവാൻ, നിന്റെ കരങ്ങൾ യേശുവിനെ ഉയർത്തി യേശുവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, നിന്റെ ചിന്താമണ്ഡലങ്ങൾ യേശുവിനെക്കുറിച്ച് എന്നും ചിന്തിക്കുവാൻ വേണ്ടി ഒരത്ഭുത പ്രവൃത്തി, ഒരത്ഭുതവും ആശ്ചര്യവുമായ പ്രവൃത്തി അവൻ ഇന്ന് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ആർക്കു വേണ്ടി? എല്ലാവർക്കും വേണ്ടി അല്ല. തങ്ങളുടെ ഹൃദയം ദൂരത്തകറ്റി വച്ചിരിക്കുന്ന ചില ഹൃദയങ്ങളെ അവങ്കിലേക്ക് പിടിച്ചടുപ്പിക്കുന്നതിന് വേണ്ടി ഒരത്ഭുത പ്രവൃത്തി, അത്ഭുതവും ആശ്ചര്യവുമായ പ്രവൃത്തി തന്നെ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് ഇഷ്ടം തോന്നിയെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. വളരെ പ്രാർത്ഥിച്ച ഓരോ പ്രസംഗവും എടുക്കുന്നത് ഈ ജനത്തിൻ്റെ ഇടയിലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു അത്ഭുത പ്രവൃത്തി, അത്ഭുതവും ആശ്ചര്യവുമായ ഒരു പ്രവൃത്തി തന്നെ ചെയ്യും. വേദപുസ്തകത്തിൻ്റെ 66 പുസ്തകങ്ങളുള്ള ഈ പുസ്തകം നിങ്ങൾ തുറക്കുമ്പോൾ 1-ാമത്തെ പുസ്തകം മുതൽ 66 പുസ്തകങ്ങൾ വരെ വലിയ അത്ഭുതത്തിൻ്റെ കഥകളാണ് പറയുന്നതെന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം തുറക്കുമ്പോൾ തന്നെ ദൈവം സകലതും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലതിനെ സൃഷ്ടിച്ചത് അത്ഭുതത്തിൻ്റെ കഥയല്ലേ പറയുന്നത്. ഇസ്രായേൽ മക്കളെ മരുഭൂമി പ്രയാണ യാത്രയിൽ അവരെ പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവുമായി നയിച്ചത് അത്ഭുതത്തിൻ്റെ കഥയല്ലേ. അവരുടെ കാൽ വീങ്ങിപ്പോകാതെ, അവരുടെ വസ്ത്രം ജീർണിച്ചു പോകാതെ അവർക്ക് കഴിക്കുവാൻ മന്ന കൊടുത്തും കാലപ്പക്ഷി കുഞ്ഞിനെ കൊടുത്തും അവരെ നടത്തിയത് അത്ഭുതങ്ങളുടെ കഥയല്ലേ. എരികോ പട്ടണം അവൻ കാഹളനാദത്താൽ എൻ്റെ ദൈവം തകർത്ത് കളഞ്ഞത് അത്ഭുതമല്ലേ. പകലിനെ പിടിച്ചു കെട്ടിയ രാത്രിയെ പിടിച്ചു കെട്ടിയ പകലും ഈ വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. രാത്രിയെ പിടിച്ചു കെട്ടിയ ഒരു പകലുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ യോശുവ 10:12-13 വാക്യങ്ങളിൽ ഒരു മനുഷ്യനിതാ രാത്രിയെ പിടിച്ചു കെട്ടുകയാണ്. യോശുവ 10:12-13 വാക്യങ്ങളിൽ യോശുവ വിളിച്ചു പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയുടെ കറക്കത്തെ തന്നെ നിർത്തി. അത് സയൻസ് പറയുന്നു. ഭൂമിയുടെ കറക്കത്തെ തന്നെ നിർത്തി. സൂര്യനെ ഗിബെയോനിലും ചന്ദ്രനെ അയ്യാലോൻ നിർത്തിയപ്പോൾ രാത്രിയെ പിടിച്ചുകെട്ടി, പകലിന് നീളം കൂടി. അത് അത്ഭുതമല്ലേ. അത്ഭുതത്തിൻ്റെ കഥയാണ് പറയുന്നത്. പകലിനെ പിടിച്ചുകെട്ടിയ രാത്രിയുമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പകലിനെ പിടിച്ചുകെട്ടിയ രാത്രിയെ പിടിച്ചുകെട്ടിയ പകലിനെ പിടിച്ചുകെട്ടിയ രാത്രിയുമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 44-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും അവസാനത്തെ രക്തം പോലും ചിന്തിക്കൊണ്ട് കാൽവറി ക്രൂശിൽ എൻ്റെയും നിങ്ങളുടെയും അരിമനാഥൻ എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ്റെ അവസാനത്തെ രക്തം ചിന്തിയപ്പോൾ അവൻ ക്രൂശിൽ ചില മൊഴികൾ പറഞ്ഞു. അതിൻ്റെ 4-ാമത്തെ മൊഴി വളരെ വേദനയോട് പറഞ്ഞതാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറയുന്ന 4-ാമത്തെ മൊഴിയുടെ മുമ്പിലോ ഇതാ രാത്രി പകലിനെ പിടിച്ചുകെട്ടി. വേദപുസ്തകം പറയുന്നു ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ഈ ഭൂമിയിൽ സൂര്യൻ
കത്തിജ്വലിച്ചു നിൽക്കേണ്ട സമയത്ത് ഈ ഭൂമിയെ അന്ധകാരം കൊണ്ട് നിറഞ്ഞു. അന്ധകാരം കൊണ്ട് നിറഞ്ഞു. പകലിനെ പിടിച്ചു കെട്ടിയ രാത്രിയും രാത്രിയെ പിടിച്ചു കെട്ടിയ പകലും വേദപുസ്തകത്തിലുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇത് അത്ഭുതങ്ങളുടെ കഥയാണോ? ശദ്രക് മേശക് അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചൂളയിലിട്ടപ്പോൾ അവരുടെ തലയിലെ ഒരു ഗന്ധം പോലും, തലമുടി നാലിനും സ്ത്രീയുടെ ഗന്ധം പോലും തട്ടാതെ അവരെ പുറത്തു കൊണ്ടുവന്നത് അത്ഭുതമല്ലേ? ദാനിയേലിനെ സിംഹക്കുരിയിലിട്ടപ്പോൾ സിംഹത്തിൻ്റെ വായടച്ച് ദാനിയേലിനെ രക്ഷിച്ചത് അത്ഭുതമല്ലേ? കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് അത്ഭുതമല്ലേ? 4 ദിവസമായി ചീഞ്ഞളിഞ്ഞ ശരീരത്തെ യഹൂദ ഗോത്രത്തിന് ഗർജിക്കുന്ന സിംഹമായ യേശു ക്രിസ്തു ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ പുറത്തു വന്നതും അത്ഭുതമല്ലേ? അങ്ങനെ തുടങ്ങിയാൽ വെളിപാട് പുസ്തകം 22:20 23 വരെ ഉള്ളൂ. 22:20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. ആമേൻ യേശുവേ വേഗം വരണമേ, ആമേൻ യേശുവേ വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപാട് പുസ്തകം 22:20 രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയ അത്ഭുതങ്ങൾ ഇനിയുമുണ്ടെന്ന സൂചനകൾ തരികയാണ്. എന്താണ് അത്ഭുതം? 2 തെസ്സലോനിക്കർ 1:6 പറയുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തു ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ വീണ്ടും വരുന്നവനായ ഒരു ദൈവമാണെന്ന ഒരു സൂചനയോടുകൂടിയാണ് വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകം അവസാനിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ വേദപുസ്തകത്തിലെ അത്ഭുതങ്ങളെ ഞാൻ 5 തലക്കെട്ടായി ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഈ തലക്കെട്ടുകളാണ് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടത്. വേദപുസ്തകത്തിൻ്റെ 66 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളെ ഞാൻ 5 തലക്കെട്ടായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആദ്യത്തെ തലക്കെട്ടിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. രണ്ടാമത്തെ തലക്കെട്ടിൽ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാപിച്ചെടുക്കണം. 3, 4, 5 നിങ്ങൾക്കായി ദൈവം തരുന്ന അത്ഭുതങ്ങളാണ്. ഒന്നിൽ നിങ്ങൾ വിശ്വസിക്കണം. രണ്ടാമത് ഞാൻ പറയുന്ന അത്ഭുതങ്ങൾ നിങ്ങൾ പ്രാപിച്ചെടുക്കണം. 3, 4, 5 ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുന്ന അത്ഭുതങ്ങൾ തന്നെയാണ്. നിങ്ങൾ കാര്യമായി ഒന്നും ചെയ്യേണ്ടതില്ല. അതെന്താണ് അപ്പോൾ ഈ അത്ഭുതങ്ങൾ എന്താണ്? വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒന്നാമത്തെ അത്ഭുതം ഞാൻ അതിനെ ഇങ്ങനെ പറയുന്നു, സൃഷ്ടിപ്പിലെ അത്ഭുതമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതമാണ് ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യം പറയുന്നു സകലതും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി. എന്നാൽ അതിൻ്റെ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം ഒരു മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി അവന് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്ന ഒരു അത്ഭുതം ഉൽപ്പത്തി 2:7 പറയുന്നുണ്ട്. എന്നിട്ട് ഈ ആദാമിന് നല്ലൊരു ഗാഢനിദ്ര കൊടുത്തു. അവൻ്റെ വാരിയിലെടുത്തു. അന്നാണ് പുരുഷന്മാർ ശരിക്കും ഒന്ന് ഉറങ്ങിയത് കേട്ടോ. ഹവ്വായെ എടുക്കാൻ വേണ്ടി വാരിയിലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു. അതും അത്ഭുതത്തിൻ്റെ കഥയല്ലേ? ദൈവം സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ നടത്തുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. ദൈവം സകലതും സൃഷ്ടിച്ചു, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ഇതാ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു എന്ന് അവിടെ പറയുകയാണ്. 9-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെ ഞാൻ വർണ്ണിക്കുമെന്ന്. നിന്റെ അത്ഭുതങ്ങളെ ഒക്കെ ഞാൻ വർണ്ണിക്കുമെന്ന്. ഇതാ 19-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീ ആകാശത്തേക്കൊന്ന് നോക്ക്, ആകാശവിധാനം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതം ഇതേ ഉള്ളോ? ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതം അല്ല. നീയും ഞാനും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതമാണെന്ന് ഇന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതമാണ്.
139 സങ്കീർത്തനം 13 വാക്യം മുതൽ 16 വാക്യത്തിലൊക്കെ ഇങ്ങനെ പറയുന്നു, നീ എൻ്റെ അന്തരംഗങ്ങളെ സൃഷ്ടിച്ചു, നീ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. അതിനെ 15 വാക്യത്തിൽ പറയുന്നു, ഞാൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ടപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. നിയമിക്കപ്പെട്ട നാളുകളിൽ ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി. നീയും ഞാനും യാദൃച്ഛികമായി സൃഷ്ടിക്കപ്പെട്ടതല്ല. 139 സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അവൻ മെടഞ്ഞവനാണ് എൻ്റെ ദൈവം. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നീയും ഞാനും നിർമ്മിക്കപ്പെട്ടപ്പോൾ നിന്റെയും എൻ്റെയും അസ്ഥികൂടം അവന് മറവായിരുന്നില്ല. അത് പിണ്ടാകായിരുന്നപ്പോൾ തന്നെ അവൻ്റെ കണ്ണ് എന്നെയും നിങ്ങളെയും കണ്ടു. വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, വിശ്വസിച്ചാലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ ദൈവം എന്നെ കണ്ടു. എൻ്റെ അമ്മ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം എന്നെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ അപ്പൻ്റെ 8 മക്കളിൽ 8ാമത്തവനാണ്. 8ാമത്. ഇന്നാണ് ഞാൻ ജനിക്കാൻ ആരെങ്കിലും അനുവദിക്കുമോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ 8ാമത്തെ മകനായി ഞാൻ ജനിച്ചുവെങ്കിൽ ഇന്ന് എനിക്ക് അസാധ്യമാണെന്ന് പോലും. 8ാമനായി ജനിക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അസാധ്യമാണ്. അമ്മച്ചിമാർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി. കൂടുതൽ എനിക്ക് വെളിപ്പെടുത്തുവാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവം എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചു. എൻ്റെയും സൃഷ്ടികൾ വളരെ അത്ഭുതമാണെന്ന് ഓർത്തിരിക്കണം. 206 എല്ലുകൾ നിനക്കും എനിക്കുമുണ്ട്. 206 ബോൺസ്, 230 ബോൺസ് ജോയിൻസ് ഉണ്ട് നമുക്ക്. 206 ബോൺസും 230 ജോയിൻസും. ഈ ഹൃദയമുണ്ടല്ലോ, എൻ്റെയും നിങ്ങളുടെ ഹൃദയം നിർത്താതെ വിശ്രമമില്ലാതെ 1,00,000 പ്രാവശ്യമാണ് അടിക്കുന്നത് ഒരു ദിവസം. 1,00,000 പ്രാവശ്യം. നമ്മുടെ നാക്കുണ്ടല്ലോ, 10,000 ടേസ്റ്റ് ബഡ് ദൈവം അത് സൃഷ്ടിച്ചിട്ടുണ്ട്. 10,000. അതുകൊണ്ടാണ് ചിലതൊക്കെ കഴിയുമ്പോൾ നമുക്ക് രുചികളൊക്കെ അറിയാൻ സാധിക്കുന്നത്. ടേസ്റ്റിൻ്റെ വ്യത്യാസം വരെ നമുക്കറിയാം. ഇതിന് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കും, കയ്യിലോട്ട് ഇട്ടിട്ടൊക്കെ ചോദിക്കും. എന്നിട്ട് നക്കിയേച്ച് അതിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയും. എന്താ നിങ്ങൾ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്ന് പറയുന്നത്? നിൻ്റെ മിടുക്കുകൊണ്ടല്ല. നീ ആ ഇട്ട സാധനം നക്കിയേച്ച് പുളിയില്ല ഉപ്പൊടിച്ചോട് ചേർക്കണമെന്ന് നീ പറയുമ്പോൾ നിൻ്റെ നാവിൽ ദൈവം തന്ന ടേസ്റ്റ് ബഡിനാണ് നീ അത് അറിയുന്നത് എന്ന് ഓർക്കണം. ടേസ്റ്റ് ബഡ് പോയാൽ തീർന്നു. ദൈവം എത്ര അതിശയകരമായി നിന്നെയും എന്നെയും സൃഷ്ടിച്ചു. നിന്റെ ഹൃദയം 5 ലിറ്റർ ബ്ലഡാണ് ഒരു ദിവസം പമ്പ് ചെയ്യുന്നത്. ശരീരത്തിന് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ സകല നർവസ് സിസ്റ്റം ആർട്ടറീസും കൂടെ ആ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ജീവനോട് നിൽക്കുന്നത്. ഈ പമ്പ് ഒന്ന് നിന്നാൽ മതി, ഞാനും നിങ്ങളും ഇല്ലാതെയായി തീരുമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതം ഞാനാണ് എന്ന് നീ പറയാത്തിടത്തോളം കാലം നിനക്ക് അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ യോഗ്യതയില്ലെന്ന് ഞാൻ നിങ്ങളെ പറയട്ടെ. ഈ പ്രപഞ്ചം അവൻ്റെ അത്ഭുതങ്ങളെ വിവരിക്കുന്നു, എല്ലാം അവൻ്റെ അത്ഭുതങ്ങളെ വിവരിക്കുന്നു. പക്ഷെങ്കിൽ നീയും ഞാനും എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സൃഷ്ടിയാണെന്ന് നീ തിരിച്ചറിയാത്തിടത്തോളം കാലം ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ നിനക്ക് ബാധകമല്ല എന്നും ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വിശ്വാസ സമൂഹമേ, നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതത്തെ വിശ്വസിക്കൂ. നീ വെറുതെ ഉണ്ടായതല്ല. നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നിന്നെ കണ്ടു, നിന്നെ സ്നേഹിച്ചു, ഈ പന്തലിൽ നിന്നെ കൊണ്ടുവന്നിരുത്തി. കാരണം എന്തെന്നറിയാമോ? അവന് നിന്നെ വേണം. അവന് നിന്റെ കരങ്ങൾ നിന്നെ പ്രവർത്തിക്കാൻ വേണം. അവൻ നിന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുവാൻ വേണം. അതിനുവേണ്ടിയാണ് നിന്നെ ഇന്ന് ഈ പന്തലിൽ കൊണ്ടുവന്നിരുത്തിയത്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതം നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പുനഃസൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെയും നീ വിശ്വസിക്കണം. അവൻ സൃഷ്ടിക്കുക മാത്രമല്ല, അവൻ സകലതും പുനഃസൃഷ്ടിക്കുവാൻ കഴിവുള്ള ദൈവമാണ്.
യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിലെ മുടന്തനായ ഒരു മനുഷ്യനെ കാണുകയാണ്. കുരുടനായ ഒരു മനുഷ്യനെ അവിടെ കാണുകയാണ്. അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നറിയാം? ഒരു ചേറ് പുരട്ടി അവൻ്റെ കണ്ണിലേക്ക് തെച്ചിട്ട് പറഞ്ഞു, ശീലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നപ്പോൾ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഹി റീക്രിയേറ്റഡ് എ ന്യൂ ഐ. അവന് വേണ്ടി പുതിയ കണ്ണുകളെ എൻ്റെ ദൈവം സൃഷ്ടിച്ചു. അവന് വേണ്ടി പുതിയ കണ്ണുകളെ എൻ്റെ ദൈവം സൃഷ്ടിച്ചു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. ഇതാ ലാസർ എന്ന് പറയുന്നൊരു വ്യക്തി മരിച്ചു കിടന്നപ്പോൾ, ഇതാ സഹോദരിമാർ ആളയച്ചു വരുത്തിയെങ്കിലും അവൻ വരുവാൻ താമസിച്ചു. ഒരുപാട് പ്രതീക്ഷയോടെ ലാസറിനെ ഉയർപ്പിക്കും, യേശു വന്ന് ജീവിപ്പിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടെ അവർ സഹോദരിമാർ ഇരുന്നു. ആ ഡെഡ് ബോഡി എടുക്കുവാൻ പലരും ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു 5 മിനിറ്റ്, ഇതൊക്കെ എൻ്റെ ഭാവനയാണ്, അല്പം കൂടെ വെയിറ്റ് ചെയ്യേ, ഞങ്ങളുടെ നാഥനൊന്ന് വന്നാൽ ഞങ്ങളുടെ ഈ സഹോദരൻ എഴുന്നേൽക്കും. അവരൊരുപാട് പ്രതീക്ഷയോടെ അങ്ങനെ പല സമയങ്ങളും നീട്ടിക്കൊടുത്തു. പക്ഷേ അവൻ വന്നില്ല. അവൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് നടന്നപ്പോൾ ഇതാ നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെ ഞങ്ങളുടെ സഹോദരനെ ഉയർപ്പിക്കുമെന്ന് ആ സഹോദരിമാർ കരുതി. അതും നടന്നില്ല. അവൻ്റെ കല്ലറയ്ക്ക് ആ ലാസറിൻ്റെ ബോഡി വെച്ചിട്ട് അത് കല്ല് വെച്ച് അടച്ചപ്പോൾ ഞാൻ പറയുന്നു, ആ സഹോദരിമാരുടെ ഹൃദയം പൊട്ടി തകർന്നു പോയി. അവരുടെ അവസാനത്തെ പ്രതീക്ഷ പോലും അസ്തമിച്ചു. പക്ഷെങ്കിൽ 4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വന്നു. സഹോദരിമാർ ചോദിച്ചു, ഇനി എന്താണ് വന്നത്? കർത്താവെ നാറ്റം വെച്ച് തുടങ്ങിയല്ലോ. അവൻ്റെ ശരീരമെല്ലാം അളിഞ്ഞുപോയി, അവൻ്റെ കുടൽ അളിഞ്ഞുപോയി, അവൻ്റെ കിഡ്നി അളിഞ്ഞുപോയി, അവൻ്റെ ഹാർട്ട് അളിഞ്ഞുപോയി. എന്ത് ചെയ്യും ഇനിയും? യോഹന്നാൻ 11:40 എൻ്റെ യേശുനാഥൻ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇവിടെ ആരോ പാടിയപ്പോൾ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവനെ വെച്ചത് എവിടെ? കല്ലും നീക്കുവാനൊക്കെ പറഞ്ഞു. ലാസറസ് കം ഔട്ട്, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ഒരളിഞ്ഞ ശരീരമൊന്നുമല്ല പുറത്തു വന്നത്. എല്ലാ അവയവങ്ങളും അളിഞ്ഞ ഒരു ലാസറല്ല പുറത്തു വന്നത്. അവൻ്റെ വാക്കുകൊണ്ട് ഒറ്റ നിമിഷം അവൻ സകലതും പുനഃസൃഷ്ടിച്ചു. ഹി റീക്രിയേറ്റഡ് എവരിതിങ്. വീണ്ടും സൃഷ്ടിച്ചു. വീണ്ടും പുതിയ കുടല്, പഴയ കുടലൊന്നും അല്ല, പുതിയ കിഡ്നി, പുതിയ ലിവർ, എല്ലാം അവൻ്റെ അളിഞ്ഞു പോയത് സകലതും പുനഃസൃഷ്ടിച്ചുകൊണ്ട് ലാസർ പുറത്തു വന്നപ്പോൾ അവൻ സൃഷ്ടിക്കുക മാത്രമല്ല പുനഃസൃഷ്ടിക്കുന്ന ദൈവവുമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. He created everything and recreated everything. അവൻ വീണ്ടും പുനഃസൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. റോമർ 8:11 പറയുന്നൊരു വാക്യമുണ്ട്, ഞാനിന്നിവിടെ മരിച്ചു വീണാൽ എന്നെ അടക്കം ചെയ്യും. പക്ഷെങ്കിൽ നിങ്ങൾ പറയും തീർന്നു പോയെന്നില്ല. റോമർ 8:11 പറയുന്നു, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. എന്നെയും നിങ്ങളെ എവിടെ അടക്കം ചെയ്താലും നമ്മുടെ കോശങ്ങളിൽ നിന്നും ഒരു പുതിയ നമ്മെ സൃഷ്ടിക്കുവാൻ അവന് കഴിയും. അതുകൊണ്ട് യോബ് വിളിച്ചു പറഞ്ഞു ദൈവത്തിന്റെ പുനഃസൃഷ്ടിയുടെ അത്ഭുതം. യോബ് വിളിച്ചു പറഞ്ഞു he can recreate everything. യോബ് 19:26-27 വാക്യങ്ങളിൽ യോബ് വിളിച്ചു പറയുകയാണ്, എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. ചില വേദപുസ്തകത്തിൽ ദേഹരഹിതനായി എന്നാണ്. yet in my body, glorified body. ഞാനിവിടെ നേരത്തെ ഞാൻ പ്രസംഗിച്ചെടുത്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മളൊക്കെ അടക്കം ചെയ്യുമ്പോൾ എന്താ ഉയർത്തെഴുന്നേക്കാത്ത രീതിയിലല്ലോ അടക്കുന്നത്.
എന്തോ വലിയ കല്ലറയൊക്കെ കെട്ടും. ഞങ്ങളുടെ നാട്ടിലൊക്കെയാണ് കല്ലറയൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യും, ഭയങ്കര കമ്പി, എന്തൊരു കമ്പിയാണ്, വീടിൻ്റെ മണ്ട പോലും വാർക്കാത്ത കമ്പി ഇട്ടാണ് കെട്ടുന്ന മണ്ടയ്ക്ക്. എന്നിട്ട് നല്ല 4-5 കനത്തിന് വീടിൻ്റെ മണ്ട വാർക്കുകയാണെങ്കിൽ ഇത് 6 കനത്തിൽ അപ്പച്ചൻ്റെ കല്ലറയുടെ മണ്ട വാർക്കുന്നത്. എന്നിട്ട് വാർത്തങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പച്ചനെ അല്ലെ അമ്മച്ചി എഴുന്നേക്കുമെന്ന് വിചാരിച്ച് മക്കളെല്ലാം വെളിയിലല്ലയോ, പൈസയുടെ ഇത് കാണിക്കണ്ടേ, ഒരു രാജസ്ഥാൻ മാർബിൾ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ അങ്ങ് ഇടും. അപ്പോൾ കട്ടി കൂടി രാജസ്ഥാൻ മാർബിള് തിളങ്ങുന്നത് അങ്ങ് അറ്റം തൊട്ട്. എന്നിട്ടും ഈ അപ്പച്ചനല്ലേ അമ്മച്ചി എഴുന്നേക്കാൻ സാധ്യത ഉള്ളത് തല പൊക്കുമ്പോഴാ. തല പൊക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, തലയ്ക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് വെക്കണം, ഇല്ലയോ? തലയ്ക്ക് കൊണ്ടുവന്നൊരു, ഞാൻ വിചാരിക്കാറുണ്ട് ഇവർക്ക് ഈ കാലെ കൊണ്ടുവെക്കരുത് തോന്നുന്നു. ഇത്ര വിശ്വാസമില്ലാതെ ഈ തലയ്ക്ക് കൊണ്ടു തന്നെ വെക്കും. എന്തുവാ, ഇന്നാടെ പേരും ഇന്ന ദിവസം ജനിച്ചെന്നും ഇന്ന ദിവസം മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ പൊങ്ങാനാ? പക്ഷേ ഞാനെങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്കറിയത്തില്ല. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞാൽ, ഓ നീ കെട്ടിയ കല്ലറയുണ്ടല്ലോ, നീ കെട്ടിയ കല്ലറകളെ പൊളിച്ചുകൊണ്ട് നീ എത്ര ഭദ്രസായി ഇറങ്ങി വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളോ നിങ്ങളുടെ മക്കളോ കെട്ടിയാലും ആ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് നീ ഉയർത്തെഴുന്നേക്കുക എൻ്റെ ദൈവത്തിന് കഴിയോ? ഒരു ആമേൻ പറഞ്ഞിട്ട് നിന്നെ പുനഃസൃഷ്ടിക്കും. ആ ദൈവത്തിൻ്റെ പുനഃസൃഷ്ടിയുടെ അത്ഭുതത്തെ നീ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ അടക്കം ചെയ്യുമ്പോൾ കല്ലറ അടക്കം ചെയ്യരുതെന്ന്, മണ്ണിലോട്ട് കുഴിച്ചിടണം. കാരണം എനിക്ക് വേഗത്തിൽ അങ്ങ് പോകണം, ഈ തലയൊന്നും ഈ മണ്ടയ്ക്കൊന്നും ഇടിക്കരുത്. ഞാൻ പറയും, എൻ്റെ മരുമോനും അച്ഛനാണ്, ഇനി ഇവരൊക്കെ എങ്ങനെ ചെയ്യുമോയെന്നറിയത്തില്ല, അവർക്കൊക്കെ നാണക്കേട് കൊണ്ട് ചെയ്യുമോയെന്നറിയത്തില്ല. ഏതായാലും കല്ല് അത്രയ്ക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തലയ്ക്കലെങ്കിലും എൻ്റെ കല്ല് വെക്കരുതെന്ന് ഞാൻ പറയും. കാരണം തലയ്ക്കലെങ്കിലും എൻ്റെ കല്ല് അതെൻ്റെ കാലിൻ്റെ അവിടെ കൊണ്ടുവന്നെങ്കിലും വെക്കാൻ പറയും. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഒരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യും. ഇത് ആര് കണ്ടുപിടിച്ചാൽ ഏതായാലും നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് അങ്ങനെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നുവോ? ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെ നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. നിന്നെ സൃഷ്ടിക്കുവാൻ കഴിയും. നിന്റെ അവയവങ്ങൾ ഇതാ ദ്രവിച്ചു പോയിട്ടില്ല ഇന്നും. നിന്റെ കിഡ്നിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, സമ്മതിച്ചോ? നിന്റെ ഹാർട്ടിന് ചില പ്രശ്നങ്ങളുണ്ട്, സമ്മതിച്ചോ? നിന്റെ കണ്ണിന് ചില കാഴ്ചകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, നിന്റെ മുട്ടിന് ചില വേദനകളുണ്ട്. അതെല്ലാം ശരി തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു ഉണ്ടല്ലോ, ഒരു വാക്ക് കൽപ്പിച്ചാൽ മാറാത്തതായി ഒന്നുമില്ല. അവൻ കൽപ്പിച്ചാൽ മാറാത്തത് എന്തോ? അവൻ കൽപ്പിച്ചാൽ മരണം മാറും, അവൻ കൽപ്പിച്ചാൽ രോഗം മാറും, അവൻ കൽപ്പിച്ചാൽ നിന്റെ നടുവേദന മാറും, അവൻ കൽപ്പിച്ചാൽ നിന്റെ യൂട്രസിലെ രോഗം പമ്പ കടക്കും, അവൻ കൽപ്പിച്ചാൽ നിന്റെ യൂട്രസിലെ മുഴ പമ്പ കടക്കും. വിശ്വസിക്കൂ, അവൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതം. നീയും ഞാനും മണ്ണോട് ചേർന്നാൽ നിന്നെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒന്നാമത്തെ അത്ഭുതം പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതം, പുനഃസൃഷ്ടിപ്പിലെ അത്ഭുതവും. ഇത് രണ്ടും ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ ഇനിയുള്ള പ്രസംഗങ്ങൾക്ക് പ്രസക്തിയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ പറയട്ടെ. ഇത് നിങ്ങൾ വിശ്വസിക്കാത്തിടത്തോളം കാലം നിങ്ങളിതാ, എൻ്റെ ദൈവം പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പൊറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാളയ്ക്ക് തൻ്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് തൻ്റെ യജമാനൻ്റെ പുൽത്തട്ടിയെ അറിയാം, എൻ ജനമോ എന്നെ അറിയുന്നില്ല. അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളാകാതിരിപ്പാൻ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെ നിങ്ങൾ വിശ്വസിക്കൂ. രണ്ടാമത്തെ അത്ഭുതം, ഞാൻ എത്ര അത്ഭുതം പറയുമെന്നാണ് പറഞ്ഞത്? എത്ര അത്ഭുതം പറയുമെന്നാണ് പറഞ്ഞത്? 5. ഒന്നാമത്തെ അത്ഭുതം എന്തുവാ? സൃഷ്ടിപ്പിലെ അത്ഭുതം, മറന്നു പോകരുത്. രണ്ടാമത്തെ അത്ഭുതമാണ് പാപക്ഷമയിലെ അത്ഭുതം. പാപക്ഷമയിലെ അത്ഭുതം. 1 യോഹന്നാൻ 1:7-9 നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ, 1 യോഹന്നാൻ്റെ സുവിശേഷമല്ല, 1 യോഹന്നാൻ 1:7 ഇങ്ങനെ പറയുന്നു, അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപങ്ങളെ പോക്കി നിന്നെ ശുദ്ധീകരിക്കുവാൻ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ വില നീ ഇന്ന് മനസ്സിലാക്കണം.
ആ രക്തത്താൽ നിന്റെ പാപത്തെ കഴുകിക്കളയുന്ന ഒരു ദിനമായി ഇന്ന് മാറണം. ഇതാ യെശയ്യാ 44:22 ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഞാൻ കാർമികനെ പോലെ നിന്റെ ലംഘനങ്ങളെ, മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയും. ദൈവം മായ്ച്ചു കളയുവാൻ ശക്തനാണ്. യെശയ്യാ 1:18 പറയുന്നു, നിന്റെ പാപങ്ങൾ എത്ര രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും അതിനെ പഞ്ഞി പോലെ, ഹിമം പോലെ വെണ്മയാക്കി തരുന്ന ദൈവം നിന്റെ അരികിലുണ്ട്. നിന്നെ ശുദ്ധീകരിക്കുവാൻ അരികിലുണ്ട്. എബ്രായർ 12:24 പറയുന്നു, ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാഹ രക്തം. ഇന്ന് രാത്രി നിന്നോട് പറയുന്നത് എന്താ? ഇന്ന് ഞാൻ ജനിച്ചിട്ട് 24,027 ദിവസമാണ്. കറക്റ്റാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ വന്നിട്ട് ഇന്ന് 24,027 ദിവസമാണ്. എനിക്ക് 24,024 ദിവസം പ്രസംഗിക്കാൻ കിട്ടിയ ഒരു കൺവെൻഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2:24. ഇന്നത് കഴിഞ്ഞ് 3 ദിവസം കൂടെ കഴിഞ്ഞു. 24,027. ഞാൻ എന്ന് പ്രസംഗിച്ചാലും എൻ്റെ മനസ്സിൽ എൻ്റെ ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായിട്ട് 24,027 ദിവസം, ഇന്ന് വരെ 24,027 ദിവസവും ഞാൻ ചെയ്ത പാപങ്ങളെയും കുറവുകളെയും നീ എന്നോട് ക്ഷമിക്കണമേ, 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 പൊറുക്കണമേ, പൊറുക്കണമേ എന്ന് പറയുവാൻ നിനക്കെന്താണ് ഇത്ര മടി? പാപങ്ങൾ വെച്ചുകൊണ്ട് നീ സൗഖ്യം പ്രതീക്ഷിക്കരുതോ. പാപമോചനം പ്രാപിച്ചുകൊണ്ട് വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ സൗഖ്യത്തിന് വേണ്ടി യാചിക്കുവാൻ, ചോദിക്കുവാൻ. ദൈവം നിൻ്റെ പാപങ്ങളെ മോചിച്ചു തരുന്നവനാണ്. മർക്കോസ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വന്നപ്പോൾ ആദ്യം പരിചയപ്പെട്ടു മർക്കോസിനെ. മർക്കോസ് 2:5 ഒരു പക്ഷപാതക്കാരൻ യേശുവെ ഇരുന്നിടത്തോട്ട് പിഴ പൊളിച്ച് യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവനെ സൗഖ്യം കിട്ടാനാണ് കൊണ്ടുവന്നത്. എനിക്കതിനകത്തെ 5-ാം വാക്യം, മർക്കോസ് 2:5. മർക്കോസും വീട്ടിൽ ചെന്നത് വായിക്കണം. ഇവിടെ ഒരു മർക്കോസ് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. മകനേ, എനിക്ക് ആ വാക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ മർക്കോസിനെയും വിളിക്കുക മകനേ. ഒത്തിരി വിളിയാ മകനേ. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു മർക്കോസിനെ. മകനേ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കണം. അതുകൊണ്ടാണ് അവൻ എഴുന്നേറ്റ് നടന്നതെന്ന്. പാപക്ഷമയുടെ അത്ഭുതം അവൻ അനുഭവിച്ചു. അവൻ പാപക്ഷമയുടെ അത്ഭുതം അനുഭവിച്ചത് കൊണ്ട് അവൻ എഴുന്നേറ്റ് നടന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ 1 മുതൽ വായിക്കുമ്പോൾ 38 സംവത്സരക്കാലം ബെഥസ്ദാ കുളത്തിൽ കിടന്നവനെ യേശു എഴുന്നേൽപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. നീ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈ യോഹന്നാൻ 5-ാം അധ്യായത്തിൽ അത് പറയുന്നത്, അതിൻ്റെ 5:14 ഇവൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ പിന്നെ പള്ളിക്കകത്തോട്ട് കയറി അവനെ പള്ളി വെച്ച് കണ്ടു യേശു ക്രിസ്തു. എന്നിട്ട് യേശു പറയുന്നുണ്ട്, നിനക്ക് സൗഖ്യമായല്ലോ, ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി നീ പാപം ചെയ്യും. നീ പള്ളിക്കകത്ത് കയറി ഡയസസിൻ കൗൺസിൽ അംഗമാകാനും അല്ലെങ്കിൽ നിനക്ക് കിട്ടിയ കൈക്കാരൻ പോസ്റ്റും അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് നീ ഒരിക്കലും മാറാതെ 30 വർഷമായാലും ഞാൻ മാറത്തില്ല, മാറിയാൽ ഞാൻ ഇനി പള്ളി വരുത്തില്ലെന്നുള്ള ഒരു മനോഭാവം നിനക്കുണ്ടെങ്കിൽ എന്നെ മാറ്റിയാൽ ഞാൻ വരുത്തില്ല. ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടി അവരെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ പള്ളി വരുത്തില്ല. അവർ പള്ളി വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ മാറ്റിരുത്തില്ല. അതാണ് ഞങ്ങളുടെ ചർച്ച. കാരണം അവരുടെ സ്ഥാനം പോയി അവർ പിന്നെ പള്ളി വരുത്തില്ല. ഇവിടെ അങ്ങനെ ആയിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. സാറൊക്കെ ഭയങ്കര സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അതുകൊണ്ട് പാപക്ഷമയുടെ അത്ഭുതം കൊണ്ടാണ് ബെഥസ്ദാ കുളക്കരയിൽ കിടന്നത് എഴുന്നേറ്റത്. പാപം കൊണ്ട് നടക്കരുത്. പാപക്ഷമയുടെ അത്ഭുതം നീ പ്രാപിക്കണം. അതിനെന്ത് ഇത്ര വലിയ പാട്? യേശുവേ പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന നല്ലവനായൊരു ദൈവമല്ലയോ നമുക്കുള്ളത്? യെശയ്യാ 59 വായിച്ചു നോക്കണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ പാപങ്ങളത്രേ. അതിന് 2-ാം ഭാഗം, നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് പാപങ്ങൾ. ഹോശേയ 5:15 പറയുന്നു, അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമ്പോഴും ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും.
ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് പറയാൻ ഇത്ര വലിയ പങ്കച്ചോ എനിക്ക് നിങ്ങൾക്കും? ഞാൻ പറയും, യേശുവേ പൊറുക്കണമേ, ക്ഷമിക്കണമേ. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപം തന്നെ എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ പാപക്ഷമയുടെ അത്ഭുതം നീ പ്രാപിച്ചെടുക്കണം. യു ഹാവ് ടു ക്ലെയിം ഇറ്റ്. നീ അത് പ്രാപിച്ചെടുക്കാൻ നീ ഏറ്റുപറയണം. നിന്റെ പാപങ്ങളെ ഏറ്റുപറയണം. അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെ നീ ഏറ്റുപറയണം. പാപങ്ങളൊക്കെ ഏറ്റുപറയാതെ അങ്ങ് പ്രാർത്ഥിക്കുക 10 തച്ചിൽ. നിങ്ങൾ ഹോശയ 5:15 എടുത്ത് വായിച്ചു നോക്കണം. അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കുമെന്ന് ഹോശയ 5:15 പറയുന്നത് വായിക്കണം. 32 സങ്കീർത്തനത്തിൽ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അത് മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി ജനക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. പാപക്ഷമയുടെ അത്ഭുതം പ്രാപിക്കുന്നവനാണ് ഇനി ഞാൻ പറയുന്ന അത്ഭുതങ്ങളെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു നിമിഷം എൻ്റെ ദൈവത്തോട് പറയുമ്പോൾ, ക്ഷമിക്കണമേ, പൊറുക്കണമേ കർത്താവേ, എൻ്റെ പാപപ്രവൃത്തികൾ ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് നാളെ ചെയ്യാൻ പോകുന്ന പിന്നെ കാണാമെന്നേ. ഇന്ന് വരെയുള്ളത് അങ്ങ് ക്ലീൻ ഷീറ്റാക്ക്. ദൈവം സഹായിക്കും. ദൈവം നിൻ്റെ മേൽ നിർമ്മല ജലം തളിക്കും. നീ നിർമ്മലനായി തീരും. നിന്റെ പാപപ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിനക്ക് കഴിയില്ല. അവൻ്റെ ശക്തിയുള്ള കരങ്ങളുണ്ടല്ലോ, അതിൻ്റെ വലിപ്പം നീ അറിയണം. ആ കരങ്ങൾ കൊണ്ട് മാത്രം നിന്നെ വിടുവിച്ചാൽ മാത്രമേ നിന്റെ പാപപ്രവൃത്തിയിൽ നിന്ന് നീ പൂർണ്ണമായി പുറത്തു വരികയുള്ളൂ. അവൻ്റെ ശക്തിയുടെ കൈയുടെ വലിപ്പവും നീ അറിയണം. കാരണം ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്ന യെശയ്യാ 40:12 പറയുന്നു, ഇതാ തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളമിളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കി ഭൂമിയിലെ പൊടി നാരിയിൽ കൊള്ളിക്ക് പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകളെ തുലാസനം തൂക്കുന്ന സർവശക്തനായ ദൈവം അവൻ നിൻ്റെ മുമ്പിൽ ഒരു നോട്ടം വെച്ചാലുണ്ടല്ലോ, അവൻ നിന്നെ ഒന്ന് കണ്ടാലുണ്ടല്ലോ, നിൻ്റെ ഇത്രയും വലിയ പാപം പോലും അവനെ ഇതാ മാറ്റി നിന്നെ നിർമ്മല ജലം തളിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അവന് കഴിയും. എൻ്റെ ദൈവത്തിന് കഴിയും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പുന്നപ്രായിൽ മാത്യു ആൽബിൻ എന്ന് പറയുന്ന മനുഷ്യനെ ചെന്ന് കാണോ. 6 പേരെയാണ് അവൻ കൊന്നത്. ഒരു SIയെ കൊന്നിട്ട് ചാരായത്തിൽ രക്തം കലക്കി കുടിച്ചവനാണ്. ആ മാത്യു ആൽബിനെ രൂപാന്തരപ്പെടുത്തിയ ഒരു യേശു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് പാപക്ഷമയുടെ അത്ഭുതത്തെ നീ വിശ്വസിക്കുക മാത്രമല്ല, നീ പ്രാപിച്ചെടുക്കണം. ഒരു രാജാവിന് പോലും അത് ഏറ്റുപറയാൻ ഒരു മടിയില്ലായിരുന്നു കേട്ടോ. രാജാവിന് പോലും അത് ഏറ്റുപറയാൻ ഒരു മടിയില്ലായിരുന്നു. താൻ രാജാവ് 51 സങ്കീർത്തനത്തിൽ ആ രാജാവ് നെടുപ്പാ വീണുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ അത് പറയണം കേട്ടോ. പറയാൻ ഇത്ര മടിയാണോ? ഇന്ന് വരെയുള്ള പാപങ്ങളെ ഒന്ന് കഴുകിക്കളയാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ ഇന്ന് വരെയുള്ള ഈ 9-ാം തീയതി വരെയുള്ള പാപങ്ങളെ അവൻ മോചിച്ച് തന്നിരിക്കും. അവൻ്റെ ദൈവം, എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്, മനസ്സിലുള്ള ദൈവമാണ്. ഇപ്പോൾ ഞാൻ 2 അത്ഭുതം പറഞ്ഞു. ഏതൊക്കെയാണ് 2 അത്ഭുതം? ഏതൊക്കെയാണ് 2 അത്ഭുതം? സൃഷ്ടിപ്പിലെ അത്ഭുതം, അത് ഞാനും നിങ്ങളുമാണെന്ന് വിശ്വസിക്കണം. 2 എന്താണ്? പാപക്ഷമയുടെ അത്ഭുതം. ഇനി ഞാൻ എത്ര അത്ഭുതം കൂടെ പ്രസംഗിക്കും? 3 കേട്ടോ. നിങ്ങൾ പേടിക്കരുത്, ഞാൻ ഇനി എപ്പോൾ നിർത്തുമെന്നൊക്കെ കേട്ടോ. 3-ാമത്തെ അത്ഭുതം ദൈവ നടത്തിപ്പിലെ അത്ഭുതം. ദൈവത്തിൻ്റെ നടത്തിപ്പിലെ അത്ഭുതങ്ങളെ നിങ്ങൾ കാണണം. ദൈവം നടത്തുന്നവനായൊരു ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം വായിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു, യേശു തന്നെ പറയുന്നു, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായി വയലിലെ പുല്ലിനെ ഞാൻ ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം. 147 സങ്കീർത്തനം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ഒരു കാക്കക്കുഞ്ഞ് കരഞ്ഞാലുണ്ടല്ലോ, അതിന് ആഹാരം കൊടുക്കുവാൻ എൻ്റെ ദൈവത്തിന് താല്പര്യമുണ്ട്. അങ്ങനെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ കാക്കക്കുഞ്ഞിനേക്കാൾ വിലയില്ലാത്തവനാണോ?
ഒരു കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ അതിനാഹാരം കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ നീ നടത്തിപ്പിലെ അത്ഭുതം കാണും. നീ നടത്തിപ്പിലെ അത്ഭുതം കാണുമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും 8ാമത്തെ മകനാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എൻ്റെ 5ാമത്തെ വയസ്സ് എൻ്റെ പിതാവ് മരിച്ചുപോയി കേട്ടോ. എനിക്ക് 5 വയസ്സ്. ഒരു മെഡിക്കൽ സ്കൂൾ വാദ്യാരായിരുന്നു. വലിയ ജോലിയൊന്നും ഒരു മെഡിക്കൽ സ്കൂൾ, നിങ്ങൾക്കറിയാം, കൊച്ചു ക്ലാസ്. അത് ആദ്യം ക്ലർക്കായിട്ട് പിന്നെ 10ാം ക്ലാസ് വരെ അങ്ങോട്ട് TTC പറഞ്ഞ് 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു സാറായിരുന്നു എൻ്റെ പിതാവ്. അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. 8 മക്കളിൽ ഞങ്ങളുടെ മൂത്തയാൾ റെയിൽവേയിൽ ജോലിക്കാരനായപ്പം, നല്ല ജോലിയാണ്, റെയിൽവേ എഞ്ചിനീയറാണ്. പക്ഷേ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ അദ്ദേഹവും മരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമാണ്. 7ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ അമ്മയാണ് പറഞ്ഞത് 7ാം ക്ലാസ് പഠിച്ചത്. ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, നമുക്ക് വിശ്വസിച്ചേക്കാം. 7ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് എൻ്റെ അമ്മ അവകാശപ്പെട്ടു. അത് അന്നത്തെ കാലമല്ലേ. അപ്പം ഈ 7 മക്കൾ, ഒരാളെ മരിച്ചുപോയി. ഈ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ ഡെഡ് ബോഡി ഞങ്ങളുടെ വാടക വീട്ടിലേക്ക്, ഓലമേഞ്ഞ വീട്ടിലേക്ക്, നിങ്ങൾ അത്ഭുതപ്പെടുമായിരിക്കും, ഞാൻ അത് തന്നെ കറക്റ്റായിട്ടാണ് പറയുന്നത്, എൻ്റെ ഓലമേഞ്ഞ വാടക വീട്ടിലേക്ക്, 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത ഞങ്ങളുടെ വാടക വീട്ടിലേക്ക് ഈ എൻ്റെ മൂത്ത സഹോദരൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവച്ചപ്പോൾ ലോകം ചോദിച്ചു, നിങ്ങളിനി എങ്ങനെ കഴിയുമെന്ന്. അമ്മയോട് ചോദിച്ചോ, ജോലിയില്ലാത്ത മാതാവേ, ഞാനൊക്കെ കുറേ ഭാവനയാണ്, നിങ്ങളും ഇനി 7 മക്കളും എങ്ങനെ കഴിയും? ദൈവത്തിൻ്റെ നടത്തിപ്പിലെ അത്ഭുതമാണ്. ഞാനെവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആവർത്തനം ഒരു പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നില്ല. ഒരു ഹൈന്ദവ കുടുംബം ഞങ്ങൾക്കന്ന് 200 രൂപ വെച്ച് അയച്ചു തരുമായിരുന്നു. ഒരു സമ്പന്നമായ ഒരു ഹൈന്ദവ കുടുംബമാണ്, IAS ഉള്ളൊരു ഹൈന്ദവ കുടുംബം. ആ കുടുംബം ഞങ്ങൾക്ക് അയച്ച 200 രൂപ കൊണ്ടാണ്, അന്ന് 200 വിലയുള്ള സമയമാണ് കേട്ടോ, ഇന്നത്തെ 200 കരുതരുത് കേട്ടോ. 1969 200 എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിലയുള്ളതാണ്. തിരിച്ചു കൊടുക്കേണ്ട രൂപയൊന്നുമല്ല. അദ്ദേഹം ആരോ അയച്ചെന്നൊരു കുടുംബം. ആ കുടുംബത്തേക്ക് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കി. എൻ്റെ സഹോദരൻ, ഇപ്പോൾ ജീവനുള്ള സഹോദരൻ ഒരാൾ വിദേശത്ത് പോകുന്നത് വരെയും ആ പണം ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം വിദേശത്ത് പോയി 1 മാസം കഴിഞ്ഞപ്പോൾ ആ പണം നിലച്ചു. അദ്ദേഹത്തിനറിയാം ഇനിയും ഈ കുടുംബത്തെ പോറ്റേണ്ടത് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നു, ഇതാ നീ അറിയണം, നിന്നെ പുലർത്തുന്നൊരു ദൈവമുണ്ടോ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അത് അറിയാമായിരുന്നു, ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. ഇന്നത്തെ തലമുറയ്ക്ക് എന്താ വിവാഹം കിട്ടാത്തത്? കല്യാണം കഴിഞ്ഞോ? ഇല്ല. അത് ജോലിയുള്ള പെണ്ണിനെ നോക്കിയിട്ട് ഇതുവരെയും കിട്ടുന്നില്ലെന്ന്. ജോലിയില്ലാതെ ഒരു പെണ്ണിനെ കെട്ടി എങ്ങനെ കഴിയുന്നതെന്ന്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് എന്തായിരുന്നു ജോലി? ചേന നടലും കാച്ചിൽ നടലും ഒക്കെ ആയിരുന്നു ആളുടെ. അമ്മച്ചിക്ക് എന്താ ജോലി? അമ്മച്ചിക്ക് ഇത് തന്നെ. മക്കൾ എത്ര ഉണ്ട്? 8ഉം 10ഉം. പക്ഷേ അവരെ ആരെയും ദൈവം പട്ടിണിക്കിട്ടില്ല. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും പറ്റത്തില്ല. BSc നേഴ്സാണേലേ ഞാൻ കെട്ടു, എന്നാലേ എൻ്റെ കുടുംബം നയിക്കത്തുള്ളൂ, ഇന്ന ജോലി ഉണ്ടല്ലേ കെട്ടുകയുള്ളൂ. നീ ദൈവത്തിൻ്റെ കരങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞിട്ടില്ല. നിനക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്നെ പുലർത്തുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. ആഹാബിൻ്റെ അടുക്കളയിൽ തീയുള്ളത് കൊണ്ടല്ല ഏലിയാവ് ആഹാരം കഴിച്ചത്. ഏലിയാവിന് വിശന്നു എന്ന് എൻ്റെ ദൈവം അറിഞ്ഞു. ഇതൊരു കാക്കയെ കൊണ്ട്, അപ്പവും ഇറച്ചിയും കൊണ്ട് ആകാശവിധാനത്തിലൂടെ ആ കാക്കയെ പറപ്പിച്ചപ്പോൾ എല്ലാത്തിനും തട്ടിപ്പറിക്കുന്ന കാക്കയാണ്. എൻ്റെ ദൈവം ഈ കാക്കയ്ക്ക് കൊടുത്ത സെക്യൂരിറ്റി നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള വലിയ സെക്യൂരിറ്റിയേക്കാൾ കൂടുതലാണ്. ഇന്ന് ചിലരെ സെക്യൂരിറ്റി വലിയ ആൾക്കാർ, ഞാനൊന്നും പറയുന്നില്ല, വലിയ ആൾക്കാർ ഈ റോഡിലൂടെ പോകുമ്പോൾ ഭയങ്കര കാറുകളായിരിക്കും പറയാ പോകുന്നത്, 20-25 കാറുകളായിരിക്കും പോകുന്നത്. ഭയങ്കര സെക്യൂരിറ്റി. ഞാൻ പറയായിരുന്നു, ദൈവം ലോകത്തിൽ കൊടുത്ത ഏറ്റവും വലിയ സെക്യൂരിറ്റി ഈ കാക്കയ്ക്ക് കൊടുത്തു. കാരണം എന്താണെന്നറിയാം, മറ്റൊരു പക്ഷിയും ഈ കാക്കയുടെ അടുത്തേക്ക് വന്ന് ഈ അപ്പവും ഇറച്ചും തട്ടിപ്പറിക്കാതിരിപ്പാൻ അവൻ ആകാശവിധാനങ്ങളിൽ ഒരു അതിര് കൽപ്പിച്ചു. തൻ്റെ ദാസനായ ഏലിയാവിന് ആഹാരം കൊടുക്കുന്ന കാക്കയെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്തു. അങ്ങനെയാണ് അവൻ ചെയ്യുന്നത്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ നടത്തിപ്പിലെ അത്ഭുതങ്ങളെ നീ കാണാതെ പോകരുതേ. ദൈവം എത്രമാത്രം നിന്നെ നടത്തുമെന്ന് നീ ഓർക്കണമേ. ദൈവത്തിൻ്റെ നടത്തിപ്പിലെ അത്ഭുതം. എനിക്കൊരു മിഷനുണ്ട് കേട്ടോ, ഞാനത് പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ അധികം പറയാറില്ല. ഫ്രീഡം ഇൻ ജീസസ് മിനിസ്ട്രി അതൊരു മിഷണറി മൂവ്മെൻറ്റാണ്. ഒത്തിരി മിഷണറിമാർ ഞങ്ങൾ ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ചെയ്യും. ഒരു എക്യുമെനിക്കൽ മിനിസ്ട്രിയാണ്. അതിനുവേണ്ടി ഒരു കെട്ടിടം വെക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലം ഞങ്ങൾ മേടിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ്. ഞാനും ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തതേ ഉള്ളൂ. അത് ഒരു 6.5 സെൻറ്റ് സ്ഥലം മേടിച്ചു. അവിടെ ഒരു അടിത്തറയിട്ടു. ഒരു കെട്ടിടത്തിന് അടിത്തറയിട്ടു. അടിത്തറയിട്ട് കഴിഞ്ഞ് എന്തോ പ്രതീക്ഷിച്ച ആ അടിത്തറ മുകളിലേക്ക് കെട്ടുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. കമ്പിയൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. കാടൊക്കെ കയറി. ഒരു ദിവസം ഞാനെന്ത് ചെയ്യുന്നറിയാവോ, ഈ കാട് പാമ്പൊക്കെ കാണും, അടിത്തറയിലാണ്. ഞാൻ ആ കാടൊക്കെ പറിച്ച് ഇച്ചിരി സ്ഥലം അവിടെ മുട്ടുകുത്തിയിട്ട് എൻ്റെ ദൈവമേ 4.5 ലക്ഷം രൂപയോളം കളഞ്ഞല്ലോ ഈ അടിത്തറയ്ക്ക്. ഒരു രക്ഷയുമില്ലല്ലോ. ഒരു കോൺട്രാക്ടർ അത്രയും മേടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇനി ഇതെന്ത് പൈസ ഇത്രയും പോയല്ലോ, ഇതൊന്ന് മണ്ടയ്ക്കോട്ട് കെട്ടാൻ ദൈവമേ നീ ഒന്ന് സഹായിക്കണമേ. അത് കഴിഞ്ഞപ്പോൾ ഒരു കോൺട്രാക്ടർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നമുക്കിതങ്ങ് തൂണെ കെട്ടി മണ്ട വാർക്കാം, ഭിത്തിയൊന്നും വേണ്ടാന്ന്. അപ്പോൾ ഞങ്ങളങ്ങ് സമ്മതിച്ചു, എങ്ങനെയെങ്കിലും തൂണെ കെട്ടാമെന്ന്. തൂണെ കെട്ട് തുടങ്ങിയപ്പോൾ ഈ കോൺട്രാക്ടർ എന്നോട് പറഞ്ഞു, എനിക്ക് 1 ലക്ഷം രൂപ വേണമെന്ന്. അദ്ദേഹത്തിൻ്റെ വിധം അങ്ങ് മാറി. എവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ 1 ലക്ഷം രൂപ കൊടുക്കാനാ? വീട്ടിൽ ഒരു പൊടി സ്വർണ്ണവും ഇല്ല. നോക്കിയപ്പോൾ കുറച്ച് കമ്മലൊക്കെ എങ്ങാണ്ട് ഇരിപ്പുണ്ട്. ഞാനതും കൊണ്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ ചെന്നു. മാനേജറോട് ഞാൻ പറഞ്ഞു, ഞാൻ മർത്തോമ കോളേജിലെ സാറാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഏത് സാറാന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണത്തിനകത്ത് 1 ലക്ഷം രൂപ ഒന്നും തരാൻ പറ്റത്തില്ല, ഒരു മാലയില്ല, വളയില്ല, ഒന്നുമില്ല. ബാക്കിയൊക്കെ എന്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ വിൽക്കുകയും പണയത്തിൽ വെക്കുക, ഇതേ ഉള്ളൂ. ഇതിനെങ്ങനെ 1 ലക്ഷം രൂപ തരുന്നതെന്നാണ് ചോദിക്കുന്നത്. പുള്ളി ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എങ്ങനെയെങ്കിലും എന്നെ നാണം കെടുത്. പുള്ളി പറഞ്ഞു, ഏതായാലും കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ടുപോയി തൂക്കാൻ പറഞ്ഞു. അപ്പോൾ കൊല്ലത്തുനിന്നൊരു മനുഷ്യൻ വന്നു. അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. അദ്ദേഹം മാനേജറുമായിട്ട് സംസാരിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ട് 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എനിക്ക് തന്നു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല, ആ മനുഷ്യൻ എന്നെ വെളിപ്പെടുത്തിയില്ല. സന്തോഷം കൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മകനോട് പറഞ്ഞു, എനിക്ക് ആരും പരിചയമില്ലാത്ത ഒരാൾ 1 ലക്ഷം രൂപ തന്നുവെന്ന്. അപ്പോൾ എൻ്റെ മകൻ 2 സാധ്യതകളാണ് പറഞ്ഞത്. കാരണം അവൻ ലോകപ്രകാരം ഒന്നിൽ ഈ മനുഷ്യന് വട്ടാന്ന് പറഞ്ഞു. വട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തരത്തില്ലെന്ന്. രണ്ടാമതവൻ പറഞ്ഞ ലോജിക്ക് അതിലായിരിക്കും കയറി ഒന്ന് ചെറുതായിട്ട് സ്ട്രൈക്ക്, ഇത് വണ്ടിച്ചെക്കായിരിക്കുമെന്ന്, അതായത് കാശ് കിട്ടാൻ പോകുന്നില്ലെന്ന്. ഇത് 2 സാധ്യതയെ കാണുന്നുള്ളൂ. നാളെ പോയി ബാങ്കിൽ നാണക്കെടുവെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ബാങ്കിൽ പോലും പോകണ്ട. പിറ്റേ ദിവസം ഞാൻ ആ ചെക്ക് അന്ന് മാറിയില്ല. പിറ്റേ ദിവസം ഞാൻ ബാങ്ക് തുറന്ന സമയമായപ്പോൾ ഞാൻ ഓടി. 10 മണിയായി. ഈ ചെക്കും കൊണ്ട് ബാങ്കിലേക്ക് അവിടെ കാണിച്ചു, എൻ്റെ അക്കൗണ്ടിലോട്ടൊന്ന് ഇടാൻ. അവർ ചോദിച്ചു, ഈ ചെക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ പറഞ്ഞു, ഇവിടെ വെച്ച് തന്നെ ഒരാൾ തന്നതാ. ആ ആളറിയാമോ? ഇല്ല. ആ പുള്ളി നൈജീരിയയിൽ ഓയിൽ കമ്പനി ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഭയങ്കര കോടീശ്വരനാണ്. ഉടനെ തന്നെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ക്രെഡിറ്റ് ചെയ്തോ? അതാ ഞാൻ പറയുന്നത്, എൻ്റെ ദൈവം നൂലിൽ കെട്ടി ഇറക്കി തരുന്നൊരു ദൈവമാണോ? നീ വിശ്വസിക്കുവാൻ നിനക്ക് പ്രയാസമാണ്. ദൈവം നൂലിൽ കെട്ടി ഇറക്കി തരുന്ന ദൈവമാണ്. ഒരു സ്ഥലത്തൊരു അച്ഛൻ പ്രസംഗിച്ചു. അച്ഛൻ പ്രസംഗിച്ചതിന് ശേഷം അച്ഛൻ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നു. ഒരു അമ്മച്ചിയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചപ്പോൾ അച്ഛനോട് ഈ അമ്മച്ചി പറഞ്ഞു, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു, എന്താ പറയാനുള്ളത്? അച്ഛൻ പോകുന്നിടത്തൊക്കെ എൻ്റെ ദൈവം നൂലിൽ കെട്ടി ഇറക്കി തരുന്നൊരു ദൈവമാണെന്ന് അച്ഛൻ പ്രസംഗിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് അതൊക്കെ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല, വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഇതുപോലെ ഒരു കൺവെൻഷൻ എൻ്റെ വീട്ടിൽ വന്നതാണ്. അന്ന് ആ വീട് എൻ്റേതല്ലായിരുന്നു. ഒരു ഇടവക ജനം ഞങ്ങൾക്ക് തൽക്കാലം താമസിക്കാൻ തന്നതാണ്. എൻ്റെ ഭർത്താവ് മരിച്ച എൻ്റെ ദുഃഖത്തിൽ തൽക്കാലം ഒന്ന് താമസിക്കാൻ വന്നതാണ്. അപ്പോൾ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകനെ അച്ഛൻ ഓർമ്മയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അച്ഛന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പായിട്ട് തന്നത് അച്ഛൻ ഓർമ്മയുണ്ടോ? ആ പാ കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു, ഈ കീറിയ പാ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അച്ഛാ, എനിക്ക് സ്വന്തമായിട്ടുള്ളത് ഈ കീറിയ പാ മാത്രമേ ഉള്ളൂ. ഈ കീറിയ പാ മാത്രമേ ഉള്ളൂ.
അച്ഛൻ ആ കീറിയ പായയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇന്ന് എനിക്കെല്ലാം ഉണ്ട്. അന്ന് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ചേർന്ന് നിന്ന എൻ്റെ മകനുണ്ടല്ലോ, അവൻ ഇന്ന് USA-യിലാണ്, ഉന്നതമായ ജോലിയാണ്, അവൻ വെച്ച വീടാണിത്. ഇന്ന് എനിക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം നൂലിൽ കെട്ടി ഇറക്കി തരുന്നൊരു ദൈവമാണ്. നിൻ്റെ നടത്തിപ്പിലെ അത്ഭുതത്തെ നീ വിശ്വസിക്കണം. ദൈവം തമ്പുരാൻ നീ വിശ്വസിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഒരു കാക്കയ്ക്ക് എവിടെയോ ജോലി? ഞാൻ മർത്തമ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത 2015 കേട്ടോ. എനിക്ക് പെൻഷനുമൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ ഒരു കാക്ക ഒരിടത്തും ജോലി ചെയ്യുന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരു കാക്ക പട്ടിണി കൊണ്ട് മരിച്ചതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആഹാരം കിട്ടാതെ ഏതെങ്കിലും കാക്ക ജോലി ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി ജോലി ചെയ്യുന്നുണ്ടോ? കോളേജിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ടോ? ഞാനൊരു കാക്കയും കണ്ടിട്ടില്ല. പക്ഷെ അതിൽ നിറച്ചും അത് കഴിച്ച് കിടക്കുക. ഒരു കാക്കയും പട്ടിണി കിടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കാക്ക പട്ടിണി കിടന്ന് മരിച്ചു എന്ന്, ആഹാരം കിട്ടാതെ വിശന്ന് മരിച്ചെന്ന് നിങ്ങൾ എന്നെ അറിയിക്കാമെങ്കിൽ ഞാൻ ഈ പ്രസംഗം മാറ്റി പ്രസംഗിക്കാം. പ്രസംഗമൊന്നും ഞാൻ നിർത്തത്തില്ല. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ യേശുവിനെ പ്രസംഗിക്കും. പക്ഷെ ഞാൻ മാറ്റിപ്പിടിക്കും. കാരണം വെറുതെ എന്തിനാ മറ്റു രീതിയിൽ പറയും. അതുകൊണ്ട് ഞാനിപ്പോൾ 3 അത്ഭുതം പറഞ്ഞു. ഒന്നെന്താണോ? സൃഷ്ടിപ്പിലെ അത്ഭുതം. 2 എന്താണ്? പാപക്ഷമയുടെ അത്ഭുതം. 3 എന്താണ്? ദൈവ നടത്തിപ്പിലെ അത്ഭുതം. ദൈവം നിന്നെ നടത്തും. ദൈവം എന്നെയും നടത്തും. അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. 4-ാമത്തെ അത്ഭുതത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. 4-ാമത്തെ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ, പ്രതിസന്ധികളിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ അത്ഭുതം. പ്രതിസന്ധികളിലെ അത്ഭുതമെന്ന് ഞാൻ വിളിക്കട്ടെ. നിനക്കെപ്പോൾ പ്രതിസന്ധി ഉണ്ടോ, അതിൻ്റെ മൂർച്ഛാവസ്ഥയിലാണെന്നോ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ശദ്രക് മേശക് അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ടപ്പോൾ, അതിൻ്റെ ദാനിയേലിൻ്റെ 3:25 നെബൂഖദ്നേസർ രാജാവ് പറയുന്നുണ്ട്, നമ്മൾ 3 പേരെയല്ലേ ഇട്ടത്, ഇതാ ഒരുവൻ 4-മനായി ഒരുവനെ കാണുന്നു, അവൻ്റെ മുഖം ദൈവദൂതൻ്റെ ദൈവപുത്രൻ്റെ മുഖം പോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നു. അവൻ്റെ തലമുടിക്ക് ഒരു ഗന്ധം അല്ലെങ്കിൽ മണം പോലും തട്ടിയില്ല. ആ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ മുഖം ദൈവപുത്രൻ്റെ മുഖം പോലെ ഇരിക്കുന്നു എന്നാണ് നെബൂഖദ്നേസർ പറഞ്ഞത്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ദാനിയേലിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇതാ ദാനിയേലിനെ സിംഹക്കുരിയിലേക്ക് ഇടുന്ന രംഗമുണ്ട്. സിംഹക്കുരിയിൽ ഇടുന്ന രംഗമുണ്ട്. ഇത് വിശക്കുന്ന സിംഹം തന്നെയാണ്. 6:20 ദൈവം രാജാവ് വിളിച്ചു പറയുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ? രാജാവ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അത് പറഞ്ഞത്. ദാര്യാവേശ് രാജാവാണ്. രാജാവ് അപ്പം മാറി. ഭയങ്കര പ്രതിസന്ധിയാണ്. വിശക്കുന്ന സിംഹമുണ്ടല്ലോ, തൊട്ടില്ല. ദൂതന്മാർ വന്ന് വാ പൊത്തിക്കാണും. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നൊക്കെ എടുക്കുവാൻ രാജാവ് കൽപ്പിച്ചു. എന്തിനാ? ദൈവം പ്രതിസന്ധികളിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. ദൈവം പ്രതിസന്ധികളിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. എൻ്റെയും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടോ? ഇതൊക്കെ ചിലപ്പോൾ ആവർത്തനമാണ്, അനുഭവ സാക്ഷ്യങ്ങൾ ആവർത്തനമാണ്. ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ആവർത്തിച്ചാൽ കേട്ടവർക്ക് വേണ്ടി അല്ല, കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയട്ടെ, എൻ്റെ പ്രതിസന്ധികളിലും അവൻ ഇറങ്ങി വരും. ശദ്രക് മേശക് അബേദ്നെഗോവിൻ്റെ പ്രതിസന്ധികളിൽ മാത്രം ഇറങ്ങി വരുന്ന ഒരു ദൈവമല്ല, നിൻ്റെയും എൻ്റെയും പ്രതിസന്ധികളിൽ ഇറങ്ങി വരുന്ന ദൈവമാ. ആ പ്രതിസന്ധി എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊന്നും പ്രസംഗിക്കുവാൻ എനിക്ക് നേരമില്ല. പക്ഷേ പ്രതിസന്ധികൾ പലതാണ്. എനിക്ക് വന്ന പ്രതിസന്ധികളിൽ ഒരെണ്ണമെങ്കിലും ഞാൻ പറയട്ടെ. ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാൻ പറയും, എൻ്റെ മകള്, ഞാൻ സകലതും ആവർത്തിക്കുന്ന ഒന്നാണ്. എൻ്റെ മകൾക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ മെനിഞ്ചൈറ്റിസ് എന്ന് വന്ന ഒരു രോഗം വന്നു. അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ കണ്ടീഷൻ മോശമായി. അന്ന് സ്ഥിര സാമ്പത്തികം ഞങ്ങൾക്കില്ല. ഒരു സാധാ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. ഒരു ദിവസം ഡോക്ടർ വിളിച്ച് പറഞ്ഞു, അവൾ 12 മണിക്കപ്പുറം പോവുകയില്ലെന്ന്. എന്നോടാണ് പറഞ്ഞത്, എൻ്റെ ഭാര്യയോട് പറയരുതെന്ന് പറഞ്ഞു.
7 വർഷത്തിന് ശേഷം ഒരു മകൻ ജനിച്ചതിന് ശേഷം എനിക്കൊരു മകളെ കിട്ടിയപ്പോൾ അവൾ എന്നിൽ നിന്ന് തട്ടിപ്പറിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ഞാൻ തകർന്നു പോകില്ലേ? എനിക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു പള്ളിയുടെ ആൾത്താരെ അന്നില്ലായിരുന്നു. ഞാൻ ആശുപത്രിയുടെ ടോയ്ലറ്റ് മുറിയിൽ മുട്ടുമടക്കി. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുമുണ്ട്. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് ഓടും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ അവിടെ മുട്ടുമടക്കി. ഒരിക്കലും മുട്ടുമടക്കുവാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റിലല്ല ഞാൻ മുട്ടുമടക്കിയതെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ ആ ടോയ്ലറ്റിൻ്റെ വൃത്തിയൊന്നും എനിക്ക് കാര്യമായിരുന്നില്ല. കാരണം എൻ്റെ മകളെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. 56 സങ്കീർത്തനം 8 വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിൻ്റെ ജീവപുസ്തകത്തിലില്ലയോ? എൻ്റെ കണ്ണുനീർ ധാരധാരിയായി ആ ക്ലോസറ്റിലേക്ക് ഒഴുകി. ഞാനൊരു ശബ്ദം കേട്ടു, നീ നിൻ്റെ മകളെ ചെന്ന് വിളിക്കുക, അവൾ കണ്ണു തുറക്കുമെന്നോ. ഞാൻ പ്രാർത്ഥന എവിടെ വെച്ച് നിർത്തി. കഥ തുറന്നിറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു മകൾ മരിച്ചുപോയെന്ന്. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ കിടന്ന് അലറി. 6 മാസമായ ഒരു കുഞ്ഞിന് തൻ്റെ പേരറിയാമോ എന്ന് എനിക്ക് പല പ്രസംഗങ്ങളിലും ഞാൻ പ്രസംഗിച്ചപ്പോൾ എനിക്ക് സംശയമായിരുന്നു. പക്ഷേ ഞാൻ അവളെ ചെന്ന് വിളിച്ചു. രഞ്ജു എന്നാ പേര്. 6 മാസമേ ഉള്ളൂ. അവൾ കണ്ണ് തുറന്ന് നോക്കി എന്നെ ചിരിച്ചു. അന്ന് വൈകുന്നേരത്തേക്ക് ഓൾ റൈറ്റായി. ഇന്ന് അവൾക്കൊരു കുഞ്ഞുണ്ട് 6 മാസമുള്ളത്. അതിനെ ഞാൻ പേര് വിളിക്കും, അപ്പോൾ അത് തിരിയും. അപ്പോൾ എനിക്ക് മനസ്സിലായി, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകളെ ഞാൻ പേര് വിളിച്ചപ്പോൾ അവൾ ആ പേര് തിരിച്ചറിഞ്ഞ ദൈവമാ. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. നീ നിൻ്റെ മകളെ ചെന്ന് വിളിക്കുക, അവൾ കണ്ണു തുറക്കും. ഇന്ന് അവളൊരു അച്ഛൻ്റെ കൊച്ചമ്മയാണ്. അങ്ങനെ പറയാനാണെങ്കിൽ എത്ര പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നിൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ പ്രതിസന്ധികളിൽ ഒരത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മറന്നു പോകരുത്. 136 സങ്കീർത്തനം 4 വാക്യം ഇങ്ങനെ പറയുന്നു, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. 136:23 പറയുന്നു, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. എന്നേക്കും. പ്രതിസന്ധി വരുമ്പോൾ അത്ഭുതങ്ങൾ ദൈവത്തെ നാം വിശ്വസിച്ചാൽ മതി. നീ വിശ്വസിച്ചാൽ മതി. ദൈവത്തിൻ്റെ അത്ഭുതം നിനക്ക് വരും. നിൻ്റെ പ്രതിസന്ധികളിൽ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഞാൻ 24,027 ദിവസമായെന്ന് പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു. എൻ്റെ നട്ട് ലൂസായോ എന്ന്. ഇല്ലയോ, ലൂസൊന്നും ആയിട്ടില്ലെന്നാണ് എൻ്റെ വാദഗതി. ഞാൻ ദിവസങ്ങളെ എണ്ണുവാൻ കാരണമുണ്ട്. 17,295 ദിവസം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഒരു മാരകമായ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് VSM ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ചെയ്ത് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഞാനിവിടെ കഴിയുമ്പോൾ എൻ്റെ അവസാനത്തെ രാത്രി അന്നാണെന്ന് ഞാൻ കരുതിയ ഒരു രാത്രി എനിക്കുണ്ടായിരുന്നു. അന്നെനിക്ക് 46 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളൊന്നുമായിട്ടില്ല. ഈ മകൾ രഞ്ജു എന്ന് പറയുന്ന മകൾ, അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. മകൻ എഞ്ചിനീയറിങ്ങിൻ്റെ പഠിത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല. ഞാൻ ആശുപത്രി ബെഡിൽ കിടന്നു കരഞ്ഞു. പക്ഷെങ്കിൽ പ്രതീക്ഷകൾ എനിക്ക് അസ്തമിച്ചു. എങ്ങനെ സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ കണ്ട കുറുക്ക് വരി 42 സങ്കീർത്തനം 1 വാക്യമാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഞാൻ പോകുവാൻ തയ്യാറായി. കാരണം ഇനി രക്ഷയില്ല. ദൈവത്തിൻ്റെ ഹിതത്തിന് വഴങ്ങിക്കൊടുക്കുകയുള്ളൂ രക്ഷയെന്ന് എനിക്ക് തോന്നി. കാരണം ഡോക്ടർമാരെല്ലാം പറയുന്നത് കേട്ടു, ഭയങ്കര ഹാർട്ട് അറ്റാക്കാണ്, രക്ഷപ്പെടുവാൻ സാധ്യത കുറവാണ്. പക്ഷേ ഞാൻ അന്ന് രാത്രിയിൽ എൻ്റെ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞാനൊരു ദർശനം കണ്ടു. ആ ദർശനം വിവരിക്കുവാൻ എനിക്ക് ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ എത്ര ദിവസം ജീവിക്കുമെന്ന് എന്നെ എഴുതി കാണിച്ചു. ഞാൻ കണ്ണടച്ച് കിടക്കും, ഒരു ചുമന്ന മഷിയിൽ ഇങ്ങനെ എഴുതി കാണിച്ചു. ആ ദിവസം ഞാൻ നിങ്ങളോട് പറയത്തില്ല കേട്ടോ, ഇത്ര ദിവസമേ ജീവിക്കത്തുള്ളെന്ന്. ഇന്ന് ഞാൻ 24,027 ദിവസമാണ്. എന്നെ കാണിച്ച ദിവസം എനിക്കറിയാം, നിങ്ങൾക്കറിയത്തില്ലെങ്കിലും. ആ ദിവസങ്ങൾ എൻ്റെ മുമ്പിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആവേശത്തോടെ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നിടത്തൊക്കെ പോകുന്നത്.
കാരണം ഈ ശരീരം ബലഹീനമാകുന്നതിന് മുമ്പ് ഒരാത്മാവിനെങ്കിലും എൻ്റെ യേശുവിന് വേണ്ടി നേടുവാൻ എൻ്റെ ദൈവം എന്നെ നിയോഗിക്കുന്ന അവസരങ്ങളിൽ ഞാൻ എൻ്റെ ആരോഗ്യം നോക്കാറില്ല, ഒന്നും നോക്കാറില്ല, പണം നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. ഒരാത്മാവെങ്കിലും എൻ്റെ ദൈവത്തിന് വേണ്ടി നേടുവാൻ ഞാൻ ഓടുകയാണ്. കാരണം എന്നെ വിളിക്കുന്ന സമയം അടുക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ മോളോട് എൻ്റെ ആ ദിവസം പറഞ്ഞപ്പോൾ മോൾ എന്നോട് പറയുക, അച്ഛേ ഇത് കണക്ക് കൂട്ടിയിട്ട് ഒത്തിരി ഉണ്ടല്ലോ. അവളത് കണക്ക് കൂട്ടി, അവളോട് അറിയാതെന്ന് പറഞ്ഞു പോയി. അവൾ പറയാം, അച്ഛേ ഇത് വിചാരിക്കുന്ന പോലല്ല, ഇത് കൂടുതലുണ്ടെന്ന്. കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ചാവണമെന്നാണോ നിൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അതവിടെ പ്രതിസന്ധികളിലെ അത്ഭുതം. ഇപ്പോൾ ഞാൻ എത്ര അത്ഭുതം പറഞ്ഞു? ഒന്ന്, ഇത് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണേ. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ട്യൂബ് ലൈറ്റ് ഉണ്ടായിരുന്നു. അതിന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ചോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് കത്താൻ താമസമാണ്. അങ്ങനെ കത്താൻ താമസമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ആവർത്തിക്കുന്നത്. പിന്നെ ഈ 2 ചെവി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തിനാണ് ഈ 2 ചെവി തന്നത്? ഒരു ചെവി കൂടെ എൻ്റെ പ്രസംഗം കേട്ടിട്ട് മറ്റേ ചെവി കൂടെ ഇറങ്ങിപ്പോകാൻ അല്ല, ഒരു ചെവി ഒന്ന് അടച്ചു പിടിക്കണം. കേട്ടോ. ഞാൻ 4 അത്ഭുതം പറഞ്ഞു. ഒന്നെന്താ? സൃഷ്ടിപ്പിലെ അത്ഭുതം. ഞാൻ നിർത്താം, ഒരു 9, 10 2 പാപശമയിലെ അത്ഭുതം. 3 ദൈവ നടത്തിപ്പിലെ അത്ഭുതം. 4 പ്രതിസന്ധി. 5ാമത്തെ അത്ഭുതം, നിന്നെ അവഗണിക്കുന്നവരുടെ മുമ്പിൽ പരിഗണിക്കുന്ന ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. ആരൊക്കെ നിന്നെ അവഗണിച്ചാലും നിന്നെ പരിഗണിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? നിന്നെ പുറന്തള്ളിയവരുടെ മുമ്പിൽ, നിന്നെയും പരിഹാസമായി തള്ളിയവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു അത്ഭുതമെന്ന് ഞാനിതിനെ പറയും. 1 ശമൂവേൽ 16-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശമൂവേൽ പ്രവാചകൻ ഈശായുടെ വീട്ടിൽ വന്നത് വെറുതെ അല്ല. 1 ശമൂവേൽ 16-ാം അധ്യായത്തിലാണത് പറയുന്നത്. ഈശായുടെ വീട്ടിൽ വന്നത് ഇസ്രായേലിൽ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാനാണ്. ഈശായി ഉണ്ടല്ലോ, എൻ്റെ അപ്പനെ പോലെ കുട്ടിച്ചായൻ. ഈശായ്ക്ക് 8 മക്കൾ, എൻ്റെ അപ്പനും 8 മക്കൾ. കേട്ടോ. ഒരു പെങ്കൊച്ചു ഉണ്ടെന്നൊക്കെ ചില പോട്ടെ. 8 മക്കൾ, 7 എണ്ണത്തിനെ ശമൂവേൽ പ്രവാചകൻ്റെ മുമ്പിലൂടെ നടത്തി. ഈശായുടെ കണ്ണിൽ അവരെ ഉള്ളായിരുന്നു. ഒരു 8ാമനൊരുത്തനുണ്ട്, അവനെ പരിഗണിച്ചു പോലുമില്ല, അവഗണിച്ചു. 7 പേരും ഈ ശമൂവേൽ പ്രവാചകൻ്റെ മുമ്പിലൂടെ കടന്നു പോയപ്പോൾ യഹോവയായ ദൈവം മൗനമായിരുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? 8ാമനുണ്ടെന്ന് പറഞ്ഞു. അവനെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. ഇതാ കിന്നര കമ്പികളിൽ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് കാട്ടിലെ ഏകാന്തതയിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന ഇവനെ ഇതാ വിളിച്ചു വരുത്തി. അവൻ ശമൂവേൽ പ്രവാചകൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. നിങ്ങൾ വായിക്കണം 1 ശമൂവേൽ 16:12. അവൻ കടന്നു പോയപ്പോൾ യഹോവ മൗനം വിട്ടു, ഇവനെ അഭിഷേകം ചെയ്യുവാൻ കൽപ്പിച്ചു. നിന്റെ തൈലക്കൊമ്പിലെ അഭിഷേകം ചെയ്യുവാൻ കൽപ്പിച്ചു. സഹോദരന്മാരുടെ നടുവിൽ വെച്ചോ, അങ്ങനെയാ പറയുന്നത്. 1 ശമൂവേൽ 16:13. സഹോദരന്മാരുടെ നടുവിൽ വെച്ചോ അവനെ രാജാവായി അഭിഷേകം ചെയ്തു. അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കേട്ടോ. അത് പറഞ്ഞാൽ എൻ്റെ അഭിഷേകത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു പോകും. കേട്ടോ. ദൈവത്തിൻ്റെ അഭിഷേകം ഞാനും നിങ്ങളും പ്രാപിക്കണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അന്ന് മുതൽ യഹോവയുടെ അഭിഷേകം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. യോസഫിനെ പൊട്ടക്കിണറ്റിൽ പിടിച്ചിട്ട് സഹോദരന്മാർ അവനെ അവഗണിച്ചു. പക്ഷെങ്കിൽ ഉൽപ്പത്തി 45:4 സഹോദരന്മാർ യോസഫിൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ യോസഫ് കൊച്ചുപുള്ളിയൊന്നുമല്ല. പൊട്ടക്കിണറ്റിൽ നിന്നും പൊത്തിഫറിൻ്റെ കാരാഗൃഹത്തിൽ നിന്നും അവനെ വിടുവിച്ചുകൊണ്ട് മിസ്രയീമിൻ്റെ പ്രധാനമന്ത്രിയാക്കിയ സർവശക്തനായ ദൈവം അവൻ്റെ സഹോദരന്മാരെ അവൻ്റെ മുമ്പിൽ നിർത്തി. സഹോദരന്മാരെ കണ്ടു. യോസഫ് അവരെ തിരിച്ചറിഞ്ഞു. എന്നാൽ യോസഫിനെ അവർ തിരിച്ചറിഞ്ഞില്ല.
ഉൽപ്പത്തി 45:4 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇങ്ങോട്ട് അടുത്ത് വരുവീൻ. നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരനായ യോസഫാകുന്നു ഞാൻ. നിങ്ങളുടെ സഹോദരനായ യോസഫാകുന്നു ഞാൻ. എന്നെ വിറ്റ് കളഞ്ഞത് കൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം എന്നെ മാനിച്ചു, യോസഫിനെ മാനിച്ചു. ഇതാ കിന്നര കമ്പികളിൽ വിരലുകൾ ചലിപ്പിച്ച് ആടിനെ മേയിച്ചുകൊണ്ട് നടന്നവനെ ദൈവം മാനിച്ചു. നിന്നെ മാനിക്കുവാൻ ദൈവം തീരുമാനിച്ചാൽ ആർക്കതിനെ തടയുവാൻ കഴിയും? ആർക്കും തടയുവാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈശോയുടെ 8ാമത്തെ മകനാണ് ദാവീദ്. എൻ്റെ അപ്പനെ കുട്ടിച്ചായൻ എന്നാണ് വിളിക്കുന്നത്. കുട്ടിച്ചായൻ്റെ 8ാമത്തെ മകനാണ് ഞാനും. അതാ ഞാനും ദാവീദും തമ്മിലുള്ള ബന്ധം. അപ്പം നിങ്ങൾ ദാവീദിൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം ഒന്നാണോ എന്നൊക്കെ ചോദിക്കുവാൻ. പക്ഷെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ദാവീദ്, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തികൾ 13:22 എടുത്ത് വായിച്ചു നോക്കണം. ദാവീദ് ആരാണെന്ന്. ദൈവം പറയാം, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഹീ നോസ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം, അവൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി തുടിക്കുന്നു. ദൈവം വിളിച്ചു പറയുകയാണോ, ഹീ ഈസ് എ മാൻ ഇൻ മൈ ഹാർട്ട്. എൻ്റെ അപ്പനും അമ്മയ്ക്കും 8ാമത്തേനായി ഞാൻ ജനിച്ചുവെങ്കിൽ 7 മക്കൾക്കും യാതൊരു കുഴപ്പവുമില്ലായിരുന്നു കേട്ടോ. നല്ല സൗന്ദര്യമുള്ള ആളാണ്. നീളം കുറച്ച് കുറവാണ്, ഒന്നിനും വലിയ നീളം ഒന്നിനും കിട്ടിയിട്ടില്ല. വലിയ സുന്ദരന്മാർ 7 ആണും 1 പെണ്ണും. പെണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരി, ഐശ്വര്യറായി തോറ്റു പോകുന്ന സൗന്ദര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇന്നും ഫോട്ടോ കണ്ടാൽ അതിശയിച്ചു പോകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 8ാമനായി ജനിച്ച എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ പോളിയോ വന്നു, പിള്ളവാദം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നടക്കാതായി. പിന്നെ ഒരു ബുക്ക് കിട്ടിയാലേ വീശി നടക്കത്തുള്ളൂ. എന്നെ കണ്ടപ്പോൾ അമ്മയ്ക്ക് അങ്ങേരു നേരവും കരച്ചില്ല. അമ്മ ഇരുന്ന് കരയുന്നു കണ്ടിട്ട് സത്യത്തിൽ ഇതൊക്കെ എൻ്റെ ഭാവനയാണ് കേട്ടോ. എനിക്കന്ന് അധികം പ്രായമൊന്നുമില്ല. എൻ്റെ അമ്മ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലത്. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ കരയുന്നു കണ്ടപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞെന്ന് എൻ്റെ അമ്മയോട്, 7 നല്ലതിനെ തന്നില്ലയോ എന്ന്. 7 നല്ലതിനെ തന്നിട്ടില്ലയോ? 8ാമനായി എന്നെ എന്ത് ചെയ്യണ്ട, കണക്കി കൂട്ടണ്ട. 7 ഉള്ളതെന്ന് വിചാരിച്ചാൽ മതി. 7 എന്തോ ഒരു കുഴപ്പമുണ്ടോ? എല്ലാവരും മിടുക്കരും എല്ലാമാണ്. എന്നെ കണക്കി കൂട്ടണ്ട. 8 കോഴിക്കുഞ്ഞുങ്ങളെ അടവച്ചിറക്കിയെന്ന് വിചാരിക്കുക. 8 കോഴിക്കുഞ്ഞുങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറയാം. ഒരു കോഴിക്കുഞ്ഞിൻ്റെ കാലിച്ചിരി മുടന്തിപ്പോയി. അതിങ്ങനെ ഏച്ച് നടക്കുക. നിങ്ങൾ കോഴി അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ 7 എണ്ണത്തിനെ കൊണ്ട് തള്ള നടക്കുമ്പോൾ ഈ 8ാമനായി കോഴിക്കുഞ്ഞ് വലിയ പാടാണ്. കുറേ കഴിയുമ്പോൾ നിങ്ങളും തളരും. ഇനി ഇതിനെ എന്തെങ്കിലും പിടിച്ചോണ്ട് പോകുന്നതിനങ്ങ് പിടിച്ചോണ്ട് പോയിക്കോട്ടെ, 7 എണ്ണം മതി. 7 എണ്ണത്തിനെ കൂട്ടുന്നുള്ളൂ, 8 കോഴിക്കുഞ്ഞ് മെനഞ്ഞെന്ന് കൂട്ടുന്നില്ല എന്ന് നിങ്ങളും ചിലപ്പോൾ പറഞ്ഞേക്കാം. എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അപ്പൻ നല്ല മനുഷ്യനാണ്. എൻ്റെ അമ്മയെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് നന്ദികേട് കാണിക്കരുതേ, 7 നല്ലതിനെ തന്നില്ലേ എന്നാണ് പറയും. പക്ഷെ എനിക്കിന്ന് രാത്രി പറയുവാനുള്ളത് അതല്ല. എനിക്ക് മുമ്പുണ്ടായ 7 പേരെ പരിഗണിച്ചാൽ മതിയെന്ന് എൻ്റെ അപ്പൻ പറഞ്ഞുവെങ്കിലും ഈ 7 പേരെക്കാൾ ദൈവം എന്നെ ഉയർത്തിയെന്നേ. അതാ ഞാൻ പറയുന്നത്, വെറുതെ ഇതിന് പറയുന്നില്ലേ. 7 പേരെക്കാൾ എന്നെ ദൈവം ഉയർത്തി. 7 പേരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം എനിക്ക് തന്നു. 2 മാസ്റ്റേഴ്സ് ഡിഗ്രിയും റാങ്കിൻ്റെ തിളക്കങ്ങളും എനിക്ക് തന്നു. ഒരിക്കലും ചിന്തിക്കാനാവാത്ത കോളേജുകളിൽ 22ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി തന്നു. ഒരു പണവും കൊടുത്തില്ല. ഞാൻ CSI കാരൻ തന്നെയാണ് കേട്ടോ. മർത്തമ കോളേജിൻ്റെ പടി ചവിട്ടിയത് എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ റാങ്കിൻ്റെ തിളക്കം കൊണ്ട് മാത്രമാണ്. ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് ഞാൻ പറയുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അത് മാത്രമല്ല, എനിക്ക് മുമ്പുണ്ടായ 7 മക്കളെയും ഈ മുന്തിരിത്തോട്ടത്തെ വേല ചെയ്യുവാൻ എൻ്റെ ദൈവം വിളിച്ചിട്ടില്ല. ഈ 8ാമനായി എന്നോട് പറഞ്ഞു, നീ പോക, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. അതുകൊണ്ട് ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. അവഗണിച്ചവരുടെ മുമ്പിൽ പരിഗണിക്കുവാൻ സ്നേഹം വേണം കേട്ടോ. സ്നേഹമുള്ളവർക്ക് മാത്രമേ പരിഗണിക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹത്തിൻ്റെ മുഖമുദ്രയാണ് പരിഗണന എന്ന് പറയുന്നത്. എവിടൊക്കെ ചെല്ലുമ്പോഴും നിങ്ങളെ അവഗണിക്കുന്നുണ്ട്. പണമില്ലെങ്കിൽ അവഗണിക്കും, ഇല്ലേ?
സഭ വരെ അവഗണിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ഒന്നും തോന്നരുത്. പണം ഉണ്ടേലേ മാനിക്കത്തുള്ളൂ, ജോലി ഉണ്ടേലേ മാനിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ എനിക്കതറിയാം, ഞാൻ വലിയവൻ്റെയും ഇതൊന്നും നോക്കത്തില്ല. ഞാൻ പറയട്ടെ, നിന്നെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഭാവമാണ് പരിഗണന. ആ ഭാവം അതിൻ്റെ പൂർണ്ണതയിൽ കാണിക്കുവാൻ കഴിയുന്നവൻ എൻ്റെ യേശു മാത്രമാണ്. നിന്നെ പരിഗണിക്കുവാൻ കഴിയുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ കാണിക്കുവാൻ കഴിയുന്നവൻ എൻ്റെ യേശുവാ. നീ അവഗണിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ജോലിയില്ലാഞ്ഞിട്ടാണോ? നീ അവഗണിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? വിവാഹം കഴിക്കാത്തത് കൊണ്ടാണോ? നീ അവഗണിക്കപ്പെട്ടത് എന്താ? സമ്പത്തില്ലാഞ്ഞിട്ടുണ്ടാണോ? എന്നാൽ എൻ്റെ ദൈവം പറയുന്നു, ഇന്ന് ഞാൻ നിന്നെ പരിഗണിച്ചാൽ, ആരൊക്കെ നിന്നെ അവഗണിച്ചാലും ഞാൻ നിന്നെ പരിഗണിച്ചാൽ അത് മതിമകളെ നിനക്ക്, അത് മതിമകളെ നിനക്ക് ജോലിയില്ലെങ്കിൽ ഇതാ 1 കൊരിന്ത്യർ 16:9, ഇതാ വെളിപാട് 3:8 പറയുന്നു, അവൻ നിനക്ക് വാതിലുകളെ തുറക്കുന്നു. യെശയ്യാ 45:2 പറയുന്നു, ഞാൻ നിനക്കും വായിച്ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പിലുകളെ ഖണ്ഡിച്ചു കളയുന്ന ദൈവം, ഞാൻ നിൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്. ഇതാ നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ദൈവമാ. നീ ദാരിദ്ര്യം അനുഭവിക്കുന്നുവെങ്കിൽ യെശയ്യാ 45:3 പറയുന്നു, നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. അതുകൊണ്ട് എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വലിയ അത്ഭുതത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. അതൊന്നും പ്രസംഗിക്കാൻ നേരമില്ല. എൻ്റെ യേശു ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും. അതുകൊണ്ട് നിങ്ങൾ ഈ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നു. നിർത്തി. എന്താണ് ഒന്നാമത്തെ അത്ഭുതം? സൃഷ്ടിപ്പിലെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം പാപക്ഷമയുടെ അത്ഭുതം. മൂന്നാമത്തെ അത്ഭുതം ദൈവ നടത്തിപ്പിലെ അത്ഭുതം. നാലാമത്തെ അത്ഭുതം പ്രതിസന്ധികളെ. അഞ്ചാമത്തെ അത്ഭുതം നിന്നെ അവഗണിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്നു. കുടുംബത്തെ മാനിക്കും, സഭയെ മാനിക്കും, നിൻ്റെ ദേശത്ത് നിന്നെ മാനിക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തി അവൻ നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. കണ്ണുകളടയ്ക്കാം. വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ഈ പ്രസംഗം അല്പം നീണ്ടുപോയത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഇത് വെറുതെയല്ല, നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നീ ഈ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കരുതട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ നീ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കരുതട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ പാപക്ഷമയുടെ അത്ഭുതങ്ങൾ നീ ഇതാ പ്രാപിച്ചെടുക്കുക. എൻ്റെ ദൈവമേ ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് നീ അവിടെ ഇരുന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പിലെ അത്ഭുതം നീ നിൻ്റെ കുടുംബവും കാണുവാൻ പോകുകയാണ്. വെറുതെ അങ്ങ് നാമതേ ക്രിസ്ത്യാനികളായി ജീവിച്ചുകൊണ്ട് മതിയായോ? CSIക്കാരെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ദൈവം ഏറ്റിട്ടൊന്നുമില്ല കേട്ടോ. മർത്തോമക്കാരെ CSI ബന്ധുക്കോസുകാർ അങ്ങനെയൊന്നും. നീ നിൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി തുടിക്കുന്നുവെങ്കിൽ, നീ യേശുവിനായി ജീവിക്കുന്നുവെങ്കിൽ, നീ ഇതാ സ്വർഗീയ ഭവനത്തിൽ കാണുമെന്ന് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ എന്നോട് കെറിയിച്ചാലും എനിക്കൊന്നുമില്ല, ഇനി നിങ്ങളെ വിളിക്കണ്ട. നിങ്ങൾ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുമെന്നൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുടിക്കാൻ ഇതാ ഞാൻ വിട്ടുതരുന്നു എന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കാലുകൾ യേശുവിന് വേണ്ടി ചലിക്കും എന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുമെങ്കിൽ, നിങ്ങളുടെ കരങ്ങൾ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, ഞാൻ 2-3 ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ കരങ്ങൾ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ. നിൻ്റെ കരങ്ങൾ നീ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, യേശുവേ ഇതാ ഞാൻ എൻ്റെ ഹൃദയം നിനക്കായി തുറന്നു തരുന്നു. നീ ദൈവമാ, നീ അത്ഭുത മന്ത്രിയാ, നീ വെറൊരു മന്ത്രിയല്ല. ഇതാ യെശയ്യാ 9:6 പറയുന്നു, നീ അത്ഭുത മന്ത്രിയാ. ഇതാ നീ വാതിക്കൽ നിന്ന് മുട്ടുന്ന നിന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. നീ അങ്ങനെ പറയുമോ? ഞാൻ പറയുന്നു, അല്പം കൂടെ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അല്പം കൂടെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, എൻ്റെ യേശുവിനെ സാക്ഷീകരിക്കാൻ നിനക്ക് അല്പം കൂടെ ധൈര്യമുണ്ടെങ്കിൽ, നിൻ്റെ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് ഒന്ന് പറയുമോ, യേശുവേ ഈ ആണിപ്പാടുള്ള കരങ്ങളിൽ നിൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ എന്നെ ഒന്ന് പിടിക്കണമേ എന്ന് ഒന്ന് ഉയർത്തിയിട്ട് നീ താത്തിട്ടാൽ മതി കേട്ടോ. നീ ഒന്ന് ഉയർത്തിയിട്ട് താത്തിട്ടാൽ മതി. നിൻ്റെ കരങ്ങൾ സ്വർഗം കാണുകയാണ്. നീ ആ കരങ്ങളെ ഉയർത്തുവാൻ നിനക്ക് എന്താണ് മടി? ഈ കരങ്ങൾ എത്ര നാൾ പൊങ്ങുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം?
യേശുവേ ഈ കരങ്ങൾ നിനക്കായി ഞാനിതാ തരുന്നു, ഈ കരത്തിൽ നീ ഒന്ന് പിടിക്കണമേ. അങ്ങനെ പറഞ്ഞതിന് ശേഷം നിനക്ക് കരങ്ങൾ താത്തിടാം. പക്ഷെ മൂന്നാമത്തെ ഞാനൊന്ന് പറയുന്നത് അത് അല്പം കൂടെ കട്ടിയാണ്. നിൽക്കുന്നിടത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിനക്ക് പറ്റുമോ? ഞാനൊന്നും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്താൽ മതി. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ ഇതാ ഈ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടോ? നീ ഇതാ ഈ ജനത്തിൻ്റെ മുമ്പിൽ ഇതാ ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുമെന്ന് നീ പറയുന്നുവെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളിൽ ഒരാൾക്കെങ്കിലും കഴിയുന്നുവോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഞാനിതാ ഐ വിൽ സ്റ്റാൻഡ് ഫോർ മൈ ജീസസ്. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമെന്ന്. നിനക്കത് പറ്റുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, ഒരാളെങ്കിലും എൻ്റെ യേശുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമോ? അനന്തരം ഞാൻ ആരെ അയക്കണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇതാ ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. നാലാമത് ഞാൻ അത് ഇച്ചിരൂടെ കട്ടിയാണ്, അതിലേക്കൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. നിങ്ങൾ മുന്നോട്ട് വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നാലിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തുവെന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ കരങ്ങൾ ചിലരെ ഉയർത്തിയെന്ന് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ആരും എഴുന്നേറ്റിട്ടില്ല, എനിക്കത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ എഴുന്നേറ്റെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കൂടുതൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. കാരണം എന്താണെന്നറിയാം, ഈ ജനത്തിൻ്റെ മുമ്പിൽ നീ എഴുന്നേറ്റ് നിൽക്കുക. നീ മടി കാണിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാ. എൻ്റെ ദൈവത്തിന് മുമ്പിൽ നീ എഴുന്നേൽക്കുവാൻ മടി കാണിച്ചാൽ നിന്നെയും മാനിക്കാതെ പോകുന്നുവെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങൾ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇതാ തലവണക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങളെ കാണുവാൻ, അത്ഭുതവും ആശ്ചര്യമായ ഒരു പ്രവൃത്തി തന്നെ കാണുവാൻ ഇതാ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നീ ഏതിൽ ഭാരപ്പെടുന്നു മകളെ, നീ ഏതിൽ ഭാരപ്പെടുന്നു? ഇതാ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം. ഇത് വെറുതെ പറഞ്ഞതല്ല, യേശു ഇവിടെ ഉലാത്തുകയാണ്. അവൻ്റെ സാന്നിധ്യം എവിടെയുമുണ്ട്. ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. ഈ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ വായിച്ചറിഞ്ഞ ഒരു യേശുവിനെ അല്ല ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. എൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ, എൻ്റെ ജീവിതം അനുഭവിച്ചറിഞ്ഞ ഒരു യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് കർത്താവേ, നിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരത്ഭുതങ്ങളെ ചെയ്യണമേ, അത്ഭുതവും ആശ്ചര്യമായി പ്രവൃത്തി ചെയ്യണമേ. നിൻ്റെ മക്കളുടെ രോഗബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അടിക്കുകയാണ്. കർത്താവേ, നിൻ്റെ മക്കളുടെ കോശങ്ങളിൽ എന്തെങ്കിലും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ വൈറസിനെ ഞാൻ പൽസിക്കുകയാണ്. യേശുവേ, നടുവേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുട്ടുവേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കണ്ണുവേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പഠിക്കുന്ന മനസ്സിലാകാത്ത നിൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ യേശു ഇന്ന് രാത്രി തുടട്ടെ. കർത്താവേ, നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക. യേശുവേ, ഇവരുടെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിൻ്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത, നിൻ്റെ വലത്ത് ഭാഗത്തെ പ്രമോദങ്ങളും അനുഭവിപ്പാ ഞാൻ ഈ മക്കളെ നിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവർക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യണമേ കർത്താവേ. ഒരത്ഭുതവും ആശ്ചര്യവുമായൊരു പ്രവൃത്തി നിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യണമേ. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ വീണ്ടും വീണ്ടും അത്ഭുതങ്ങളെ കാണുവാൻ വേണ്ടിയല്ല കർത്താവെ, നിൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ട് നിന്നെയോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി ഒരത്ഭുതവും ആശ്ചര്യവുമായ പ്രവൃത്തി കർത്താവെ, അത് അവർ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ അവർ അത്ഭുതങ്ങൾ കണ്ടില്ലെങ്കിലും അവർ പോകത്തില്ല. കർത്താവെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം അവർ മാംസപലകമേൽ എഴുതത്തക്കവണ്ണം അത്ഭുതങ്ങളും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിനക്ക് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ പ്രാപ്തിപ്പെടുത്തേണ്ടതിന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി അടിയനെ നിർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാം നന്മളാ നിറച്ചാട്ടെ. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഇന്നത്തെ രാത്രികാലം നമുക്കാവശ്യമായ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ തന്ന് നമ്മളെ ദൈവം പോറ്റിയതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കൺവെൻഷൻ ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ലിൻഡോ അച്ഛൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ എന്തിനാണ് കൺവെൻഷൻ നടത്തുന്നത്? അതിനുള്ള ഉത്തരവ് അച്ഛൻ പറഞ്ഞു, സമർപ്പണത്തിൻ്റെ ഒരു ഭാഗമായി തീരണം നമ്മുടെ കൺവെൻഷൻ. ഈ അവസാനത്തെ ദിവസം നമുക്കെല്ലാവർക്കും സമർപ്പിക്കുവാനായിട്ടുള്ള അത്ഭുതത്തിൻ്റെ താക്കോലുകൾ, അത്ഭുതത്തിൻ്റെ വഴികൾ നമ്മൾക്ക് കേൾക്കുവാൻ സാധിച്ചു. അതേ ചോദ്യം വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്. ആ സമർപ്പണത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുവാൻ ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ. ഇന്ന് നമുക്ക്
വചനം വിളമ്പി തന്ന സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സ്റ്റേജിൽ ഉപസ്ഥിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം ഔപചാരികമായിട്ട് സഭയുടെ സെക്രട്ടറി ഇവർക്കെല്ലാവർക്കും കൃതജ്ഞത പറയുകയും ചെയ്യുമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഒരു ചെറിയ കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ കൺവെൻഷൻ കഴിഞ്ഞു. ഈ മാസം 21, 22, 23 തീയതി നമ്മുടെ പുന്നവേരി ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷൻ നമ്മുടെ അടുത്തുള്ള മാതൃതി സഭയുടെ മൈതാനത്ത് വെച്ച് നടക്കുകയാണ്. അതിലെല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. ആ ദൈവദാസന്മാരെയും നിങ്ങളോർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. മറ്റൊരു സന്തോഷം, നമ്മുടെ ഇന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു ക്വിസ് മത്സരം ഇന്ന് നടത്തപ്പെട്ടു. അതിലകത്ത് സ്നേഹ സൂസൻ ജോയി, ബെറ്റി മാത്യു, റെജിന ജസ്റ്റിൻ 3 പേരും കൂടെ ചേർന്ന് അതിലകത്ത്